ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അടുത്ത വൺ ഷോട്ടിലേക്ക്. വാർത്ത വായിക്കുകയല്ല, ഒരു വൺ ഷോട്ട് ആണ്. വൺ ഷോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ഷോട്ട് കഴിഞ്ഞ് GIB എല്ലാവർക്കും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു അനദർ വൺ ഷോട്ട്. ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഇപ്പോൾ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കും? ബയോളജി പഠിക്കും. റെഡിയല്ലേ? ഹലോ ഹായ് മിഥിഹ, അൻഷ, ദുല്യ, അനശ്വര, എല്ലാവർക്കും ഹായ്. സുഖല്ലേ? പഠിക്കണ്ടേ? എൻട്രൻസ് ക്രാക്ക് പഠിക്കണം. ഇന്ന് പഠിച്ചാൽ GIB എഴുതാം. GIB പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക് കിട്ടിയാൽ പിന്നെയും കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് കിട്ടിയാൽ നീറ്റ് നല്ല രീതിയിൽ എഴുതാം. നീറ്റ് നല്ല രീതിയിൽ എഴുതിയാൽ MBBSന് പോകാം. MBBSന് പോയാൽ MBBS പഠിച്ച് MD എടുക്കാം. MD എടുത്താൽ അത് കഴിഞ്ഞ ശേഷം നല്ല ഡോക്ടറായി ജോലിക്ക് കയറാം. അപ്പൊ ഡോക്ടർ ആവാൻ റെഡിയാണല്ലോ എല്ലാവരും? യെസ്. സോ ലെറ്റ്സ് ബിഗിൻ ഡയമെൻഷൻസ് ആൻഡ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകളും അതിന്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് വ്യത്യസ്തമായി കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമുക്ക് റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡയമെൻഷൻസിൽ എപ്പോഴും പറയണം, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നീറ്റ് പോയിന്റ് ഓഫ് വ്യൂല് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3 അതിന് മുകളിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഉണ്ട് ഇവിടെ ഉണ്ട്, സെറ്റാണ്. അപ്പം 3 അല്ലെങ്കിൽ 2, സാധാരണ 3 ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ശരിക്കും നോക്കാം ചോദ്യങ്ങൾ. അതിൽ തന്നെ ഒരെണ്ണം എന്തായാലും ഡയമെൻഷൻസ് എന്നായിരിക്കും. ഒരെണ്ണം സാധാരണ സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് എറർ എന്ന് കാണും. പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചോദ്യം കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയമെൻഷൻസിനെ കുറിച്ചാണ്. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഓർഡറിൽ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്ന് ഞാൻ വേഗം ഒന്ന് പറയാം. വന്ന് ഇവിടെ നോക്കടാ. ഇരുന്ന് ചാറ്റ് ചെയ്യല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് ജിപ്പറിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണോ? വേഗം ഇവിടെ നോക്കണേ. ഓക്കെ, റെഡി ആണെങ്കിൽ അതെ അതും ചോദിക്കും. യെസ്, ഓക്കെ. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഡയമെൻഷൻസ് പഠിക്കാൻ എന്ന് പറയുമ്പോൾ പ്രധാനമായും 5 ഡയമെൻഷൻസ് ആണ് എപ്പോഴും പഠിക്കേണ്ടത്. പ്രധാനമായും 5 പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് എപ്പോഴും ഓർത്തിരിക്കണം. അതിനുശേഷം ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. യെസ്, ഹായ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ പ്രധാനമായി പഠിക്കേണ്ടത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ്. LT⁻⁻1 ആണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പഠിക്കേണ്ടത് ആക്സിലറേഷന്റെ ഡയമെൻഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ LT⁻2 ആണ്. അത് കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ ആണ്. അത് MLT⁻2 ആണ്. അത് കഴിഞ്ഞാൽ വർക്കിന്റെ ഡയമെൻഷൻ, വർക്കും എനർജിയും ഒക്കെ സെയിം തന്നെയാണ്. വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ML²T⁻2 ആണ്. ആൻഡ് ഫൈനലി ചാർജിന്റെ ഡയമെൻഷൻ AT, കറണ്ട് ഇൻറ്റു സമയം. ഇത് എപ്പോഴും മൈൻഡിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ഇത് വേഗം കടന്നു വരണം. കടന്നു വന്നതിന് ശേഷം ഇതിന്റെ ബേസിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും ആൻസറുകൾ പറയാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യം, ഡയമെൻഷൻ സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇത്രയും നാളും ചെയ്ത് പരിചയപ്പെട്ട ചോദ്യങ്ങളുടെ ബേസിൽ നമുക്ക് ഡയമെൻഷൻ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ വർക്ക് എടുത്താലും എനർജി എടുത്താലും ടോർക്ക് എടുത്താലും എന്ത് തന്നെയായിരിക്കും? ഡയമെൻഷൻസ് സെയിം ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും രണ്ടുപേരുടെയും ഡയമെൻഷൻ സെയിം ആണ്. മറ്റൊന്ന് സർഫസ് ടെൻഷനും ഫോഴ്സ് കോൺസ്റ്റന്റുമാണ്. സർഫസ് ടെൻഷൻ എടുത്താലും അതേപോലെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എടുത്താലും രണ്ടുപേരുടെയും ഡയമെൻഷൻ സെയിം ആണ്. കാരണം നമുക്കറിയാം, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അതേപോലെ മറ്റേതും F=kx ആണ്, k=F/x ആണ്. അതിനും സെയിം ഡയമെൻഷൻസ് ആണ്. മറ്റൊരു കാര്യം ഞാൻ പറയുന്നു, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ മൊമെന്റത്തിനും ഇമ്പൾസിനും എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. എവിടെ നിങ്ങൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടാലും പെട്ടെന്ന് ഡയമെൻഷൻ എഴുതണമെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷന് സിമിലർ ആണ്. ആര്? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഏതാണ്? ആംഗുലാർ മൊമെന്റവും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും സെയിം ഡയമെൻഷൻ ആണ്. യെസ്. നെക്സ്റ്റ് പ്രധാനമായി പറയുന്നത്, പ്രഷർ എടുത്താലും സ്ട്രെസ് എടുത്താലും ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എടുത്താലും അവർക്ക് സെയിം ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഓർമ്മയില്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എടുത്താൽ മതി. ഇതിന്റെ കാര്യത്തില് ആംഗുലാർ മൊമെന്റവും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ആണെങ്കിൽ MVR എടുത്താൽ മതി. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, അപ്പോൾ MV എടുത്താൽ മതി.
ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് ആണ്, കെ ഈസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് ആണ്. ഇതൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഷോർട്ട് ഫോമുകൾ അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് കാര്യങ്ങൾ. സെറ്റ് ആണെങ്കിൽ ഒന്ന് നോക്കി പറഞ്ഞേ, ഒന്ന് ചിരിച്ചു കാണിച്ചേ. റെഡി ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഡയമെൻഷൻസ് എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തൊട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഇപ്പൊ റെഡി ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ പറയണം, കമന്റ് ബോക്സിൽ ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് അല്ലേ? ഉഷാറല്ലേ? ഉഷാറാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അടുത്ത പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മെക്കാനിക്സിൽ പഠിക്കുന്ന ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസിന്റെ കൂടെ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട മറ്റു ആൾക്കാരും കൂടെ ഉണ്ട്. അവരെ കൂടെ ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷൻ നമുക്ക് കാണാതെ പഠിക്കാൻ നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പൊ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഏത് ഇക്വേഷൻ ഓർത്തിരിക്കും? ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? ബിൽ സൈൻ തീറ്റ. ഹോട്ടലിൽ കിട്ടുന്ന ബില്ലാണോ? അല്ല, നമ്മുടെ കയ്യിലുള്ള ബില്ലാണ്. കണ്ടക്ടറിന്റെ സമയത്തുള്ള ബില്ലാണ്. മൂവിംഗ് ചാർജസിൽ പഠിക്കുന്ന ബില്ലാണ് അല്ലേ? സോ എഫ് ഈസ് ഈക്വൽ ടു ബിൽ എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അവിടുന്ന് ബി കണ്ടുപിടിക്കാം. ബി ഈസ് ഈക്വൽ ടു എഫ് ബൈ ഐ എൽ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു -2. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, എൽ ആണ്. എല്ലും വെട്ടിക്കളഞ്ഞാൽ എം ടി റേസ് ടു -2 എ റേസ് ടു -1 എന്ന് എഴുതാമെങ്കിൽ ഓക്കെ പറയുക. എഴുതാമല്ലോ. എഫ് ഈസ് ഈക്വൽ ടു ബില്ല് എടുത്താൽ ഈസി ആയിട്ട് എഴുതാം. ബില്ല് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ചോദിക്കുക. മ്യൂ ആണ്. മ്യൂ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആരാണ് മ്യൂ? റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് അല്ല, വെറും പെർമിയബിലിറ്റി. പെർമിയബിലിറ്റിക്ക് പറയുന്ന പേരാണ് മ്യൂ. അത് ഫ്രീ സ്പേസിലാണ്. QVB ആണെങ്കിൽ ഉപയോഗിക്കാം, അതും എളുപ്പം തന്നെയാണ്. അല്ലെങ്കിൽ ബില്ല് ഉപയോഗിക്കാം. ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. എന്നാലും നമുക്ക് ബിയുടെ ഡയമെൻഷൻ ഒന്നും മനസ്സിൽ ഓർത്തിരിക്കത്തില്ല. അപ്പൊ അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ബി ഈസ് ഈക്വൽ ടു μ0I/2R എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് μ0 കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. μ0I/2R എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കുലാർ കോയിലിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് ഐ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു സർക്കുലാർ കോയിലിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് μ0I/2R. ഈ μ0I/2R ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് μ0 ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ശരിക്കും μ0 വേണമെങ്കിൽ ബി കൂടെ വേണം. μ0 ചില സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ഈസ് ഈക്വൽ ടു μ0NI വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഞാൻ പറയാൻ എന്ന് വെച്ചാൽ μ0 നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ഇൻറ്റു I എന്നാണ്. ഇങ്ങനെയാണ് ഡയമെൻഷൻ. ഇങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം, മറ്റേതാണെങ്കിലും ഉപയോഗിക്കാം. ഏതാണെങ്കിലും ആൻസർ എഴുതാൻ ശ്രമിക്കുക. സോ ഇവിടുന്ന് μ0 കണ്ടുപിടിക്കാൻ μ0 ഈക്വൽ ടു B ഇൻറ്റു 2R/I എന്നാണ്. ബി നമുക്കറിയാം MT റേസ് ടു -2 A റേസ് ടു -1 ആണ്. 2വിന് ഡയമെൻഷൻ ഇല്ല, ആറിന് ഡയമെൻഷൻ L ആണ്, കറന്റ് ഡയമെൻഷൻ A ആണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ MLT റേസ് ടു -2 A റേസ് ടു -2 എന്ന ആൻസർ കിട്ടും. MLT റേസ് ടു -2 A റേസ് ടു -2. ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ വൺ ഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാക്സിമം പരീക്ഷയ്ക്ക് കവർ ചെയ്തിട്ടുള്ള പോർഷൻസ്, അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോർഷൻസ് എങ്ങനെ അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഒന്ന് എഴുതി വെക്കുക, ഫോളോ ചെയ്ത് പോവുക, എന്നിട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക, എന്നിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. സംഭവം സെറ്റ് ആകും അല്ലെങ്കിൽ സംഭവം ഓക്കെ ആകും. റെഡിയല്ലേ? ശരിയാണ്. പിന്നെ വളരെ പോപ്പുലർ ആയി ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്ടൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ചോദിക്കും. എപ്പോഴും സെൽഫ് ഇൻഡക്ടൻസോ മ്യൂച്വൽ ഇൻഡക്ടൻസോ ചോദിക്കുവാണെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതി കൊടുക്കരുത്. ആകെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ദാറ്റ് ഈസ് എനർജി ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ടൻസിന്റെ കേസിലെ എനർജി കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. U ഈസ് ഈക്വൽ ടു ½ എന്നാണ്. അവിടെ നിന്ന് L കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. 2U/I² എന്നാണ്. 2 എന്ന് പറഞ്ഞാൽ 2വിന് ഡയമെൻഷൻ ഇല്ല, അപ്പൊ എടുക്കണ്ട. U എന്ന് പറഞ്ഞാൽ എനർജി ആണ്, ML² T റേസ് ടു -2. I² എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ സ്ക്വയർ ആണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ML² T റേസ് ടു -2 A റേസ് ടു -2. ഇതൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാത്ത ഡയമെൻഷൻസ് ആണ്. എങ്ങനെ ഓർത്തിരിക്കാം എന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ML² T റേസ് ടു -2 A റേസ് ടു -2. ഇനി കുറച്ച് ആൾക്കാരെ കൂടെ പരിചയപ്പെടാം. 1/√μ0ε0. നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ പഠിക്കുന്ന ഒരു ടേം ആണ്. വാട്ട് ഈസ് 1/√μ0ε0? 1/√μ0ε0 ആരാന്നാണ് പഠിച്ചത്? ഇത് വെലോസിറ്റി ഓഫ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് അല്ലേ? അപ്പോൾ C എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയമെൻഷൻ ചോദിച്ചാൽ അത് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് E0/B0. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും റേഷ്യോയ്ക്കും നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം തന്നെയാണ്. E0/B0 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? C തന്നെയാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മറ്റൊന്ന് ചോദിക്കുന്നത് √μ0/ε0. അതും ഇമ്പോർട്ടന്റ് ആണ്.
റൂട്ട് ഓഫ് മ്യൂ 0/ε0 എന്താണ്? റൂട്ട് ഓഫ് മ്യൂ 0/ε0 എന്ന് പറഞ്ഞാൽ മറക്കരുത്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ആണ്. സംശയം ഉണ്ടെങ്കിൽ μ0 നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ε0 നമുക്കറിയാം 1/4 എഴുതിയാൽ മതി. ε0 അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് റൂട്ട് ഓഫ് മ്യൂ 0/ε0 ചെയ്താൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കിട്ടും. പിന്നെ മറക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ റൂട്ട് LC എന്നോ CR എന്നോ L/R എന്നോ കണ്ടാൽ മനസ്സിലാക്കിക്കോണം, ദാറ്റ് ഈസ് ടൈം പീരീഡ് ഇറ്റ് സെൽഫ്. അത് ആര് തന്നെയാണ്? സമയം തന്നെയാണ്. ഇതിന്റെ എല്ലാം ഡയമെൻഷൻ നമ്മൾ പല ഭാഗങ്ങളിൽ ടെക്സ്റ്റിൽ പഠിക്കുന്ന കാര്യമാണ്. റൂട്ട് LC AC-യിലാണ് പഠിക്കുക, ദാറ്റ് ഈസ് ടൈം, ദാറ്റ് ഈസ് ഒമേഗ = 1/2 റൂട്ട് ഓഫ് LC. ഇപ്പൊ റൂട്ട് LC എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. അതുപോലെ CR എന്ന് പറഞ്ഞാൽ C/R നിങ്ങൾ ഇലക്ട്രോണിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്, കപ്പാസിറ്ററിന്റെ കേസിൽ C/R എന്ന് പറഞ്ഞാൽ അതും ടൈം കോൺസ്റ്റന്റ് ആണ്. L/R എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുന്നുണ്ട്, L/R അതും എന്ത് തന്നെയാണ്? ടൈം കോൺസ്റ്റന്റ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതും എന്ത് ചെയ്യണം? മാക്സിമം നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇത് നീറ്റിനും ജെയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസീസ്. എനിക്ക് ഓർമ്മയില്ല, മ്യൂച്വൽ ഇൻഡക്ടൻസ് എപ്പോഴും പഠിച്ചുകൊണ്ട് വെക്കണം എന്ന് പറഞ്ഞ് പഠിച്ച് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ആകെ ഉപയോഗിക്കുന്ന ഫോർമുല ½ Li² ആണ്. കാരണം സെൽഫ് ഇൻഡക്ടൻസ് ആയിക്കോട്ടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയിക്കോട്ടെ U = ½ Li² വേണം പ്രയോഗിക്കാൻ എന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അവിടെ നിന്ന് L എഴുതാം 2U/I² എന്നാണ്. U എന്ന് പറഞ്ഞാൽ എനർജിയാണ്, mL²T⁻². I² എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് A² ആണ്. വൃത്തിയായി എഴുതുമ്പോൾ mL²T⁻², A⁻² എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ്. എന്താണ് ഒരു ബലം പിടിച്ചിരിക്കാതെ ഫുൾ സൈഡ് ഒന്ന് ലൂസാക്കി ഒന്ന് റെഡിയായി ഒന്ന് ആക്റ്റീവായി ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ C അല്ലേ? കിട്ടിയെങ്കിൽ ചിരിച്ചെങ്കിൽ ചിരിക്കാനുള്ള അടുത്ത ചോദ്യമാണ്. 2022 മുമ്പ് ജെയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എന്നാലും നമ്മൾ ചെയ്തു നോക്കുന്നു, കൃത്യമായി ചെയ്തു നോക്കുക. ഇഫ് LC and R are the self inductance, capacitance and resistance respectively, which one of the following does not have the dimension of സമയം? സമയത്തിന് ഡയമെൻഷൻ ഇല്ലാത്തത് ആർക്കെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് LC-ക്കുണ്ട്, CR-നുണ്ട്, L/R-നുണ്ട്. ഇതിലില്ലാത്തതാരാണ്? സമയത്തിന്റെ ഡയമെൻഷൻ ഇതിൽ ഇല്ലാത്തത് ആർക്കാണെന്നാണ് ചോദ്യം. L/C എടുത്താൽ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? സമയത്തിന് ഡയമെൻഷൻ കിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് വേണ്ട, നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മുമ്പ് ഫോളോ അപ്പ് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് നോക്കുക. അടുത്തത് നല്ലൊരു ചോദ്യമാണ്. ഇതിന്റെ ചോദ്യം കൃത്യവും സ്പഷ്ടവുമായി വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയുക. വേഗം ആൻസർ പറഞ്ഞേ. അവിടെ പല ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അവരുടെ ഡയമെൻഷൻസ് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വാണ്ടിറ്റി x = 1/√μ0ε0. 1/√μ0ε0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ദാറ്റ് ഈസ് L(T⁻⁻1) ആണ്. E/B എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ റേഷ്യോ എടുത്താൽ അതും എന്ത് തന്നെയാണ്? യെസ്, E and B ആണ്. E/B എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ റേഷ്യോ ആണ്. അതും എന്ത് തന്നെയാണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ആൻഡ് മറ്റൊരു കാര്യം നോക്കുക, L/CR എന്നാണ്. L/CR എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇസഡിന്റെ വാല്യൂല് L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, CR എന്ന് പറഞ്ഞാൽ സമയമാണ്, ടൈം കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ പറയണം. ഓപ്ഷൻ ഇസഡിൽ പറയുന്നത് L/CR എന്നാണ്. L/CR എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടൈം തന്നെയാണ്, കാരണം CR എന്ന് പറഞ്ഞാൽ സമയം തന്നെയാണ്. L(T⁻1) ആണ്. ഇനി ആൻസർ പറയൂ. ചിലപ്പോൾ അത് 1 ആണെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ C പറഞ്ഞത്. 1 ആണെന്ന് വിചാരിച്ചായിരിക്കും. ആണോ? അവിടെ L എന്നാണ്, കാരണം ഓപ്ഷനിൽ അവിടെ ലെങ്ത് L എന്ന് തന്നിട്ടുണ്ട്. സോ ഹൗസ് ദ ക്വസ്റ്റ്യൻ? നല്ലൊരു ചോദ്യമല്ലേ? ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ പറയൂ. ഇനി ഏതാണ്? എല്ലാം L(T⁻1) ആണ്. എല്ലാം L(T⁻1) ആണെങ്കിൽ എക്സിനും വൈക്കും ഇസഡിനും എല്ലാം സെയിം ഡയമെൻഷൻ അല്ലേ? റെഡി അല്ലേ? ശരിയല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, സെറ്റാണ്, ശരിയാണ്. നല്ലൊരു ചോദ്യം. യെസ്, ഓക്കെ. ശരിയാണ്. അത് 1/CR അല്ല. വിശ്വാസ് ചിലപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോ ചിലപ്പോൾ 1/CR ആയിട്ട് ഫീൽ ചെയ്തതായിരിക്കും. അത് 1/CR അല്ല കേട്ടോ, 1/CR അല്ല. ശരി, ചിരിക്കൂ. അതെ, യെസ്. ഓക്കെ. അപ്പൊ അടുത്തത് E is the electronic charge, C is the speed of light in free space and H is the Planck's constant. അവരൊരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്താണെന്നാണ് ചോദ്യം. ഹാസ് ദ ഡയമെൻഷൻസ് ഓഫ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ε0 കാണാം. അപ്പൊ ഇത് ഏറ്റവും ഈസിയായി സോൾവ് ചെയ്യാൻ ε0ക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ നമുക്ക് ε0ക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് F is equal to
1/4πε0 Q സ്ക്വയർ എന്ന് വെച്ചാൽ ചാർജിന്റെ സ്ക്വയർ Q1 Q2 എന്നാണ്. അപ്പൊ ഞാൻ E²/R² എന്ന് എഴുതി. ε0 എന്ന് പറഞ്ഞാൽ 1/4π ഇൻറ്റു എഫ് താഴേക്ക് പോവും, ε0 മുകളിലേക്ക് പോവും, E²/R². ഇങ്ങനെ എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കോണേ, 1/4π ε0ക്ക് പകരം ഞാൻ ഈ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു, 1/4πf ഇൻറ്റു E²/R². ബാക്കിയുള്ള ക്വാണ്ടിറ്റി എല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതി. E²/RHC എന്നുള്ളത് ഞാൻ അവിടെ മാറ്റി എഴുതി. ശ്രദ്ധിച്ച് സമയമെടുത്ത് ആൻസർ പറയുക. എന്നാൽ ഒരു 1.5 മിനിറ്റോ 2 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം, ആൻസർ പറയാൻ ശ്രമിക്കണം. ശരി, നമുക്ക് നോക്കാം. 4πയും 4πയും വെട്ടിപ്പോയി, E²ഉം വെട്ടിപ്പോയി, എഫും R² ഏറ്റവും താഴെയാണ്. ഇവരെന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. HC താഴെ തന്നെയാണ്. FR²/HC എന്നാണ്. എന്ത് കിട്ടുമെന്ന് പറയാമോ? FR²/HC എന്ന് പറയുന്നത് എന്ത് കിട്ടും എന്ന് പറയുക. നമുക്ക് നോക്കാം. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ, MLT⁻² ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് L² ആണ്. H എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു MVR ആലോചിച്ചാൽ മതി, MVR എഴുതിയാൽ മതി. M എന്ന് പറഞ്ഞാൽ മാസാണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, R എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അത് കഴിഞ്ഞ് C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, LT⁻⁻1 ആണ്. നോക്കിക്കോണേ, ഇവിടെ ഒരു എല്ലും വെട്ടിപ്പോയി, എല്ലും എല്ലാം വെട്ടിപ്പോയി, മാസും വെട്ടിപ്പോയി, ടിയുടെ ടേമും വെട്ടിപ്പോയി, M⁻�0, L⁻�0, T⁻�0. ഓപ്ഷൻ ഉണ്ടോ? ഇറ്റ് ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ? എങ്ങനെയുണ്ട് ചോദ്യം? നല്ല ചോദ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം ഒരു ടിപ്പിക്കൽ മാച്ച് ദി ഫോളോയിങ് ചോദ്യമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ടോർക്ക്, ഇമ്പൾസ്, ടെൻഷൻ, സർഫസ് ടെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. എച്ച് എടുക്കണേ, മറക്കല്ല. HC ഉണ്ട്, HC എടുക്കണം. വെറുതെ വെക്കേണ്ട. അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന സ്പീഡിൽ തന്നെ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. നിങ്ങളെ കൊണ്ട് പറ്റും. യു ക്യാൻ. ഓക്കെ, സെറ്റ്. ശരി, അടിപൊളി. ഓക്കെ, ടോർക്ക് അറിയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ML²T⁻²2 ആണ്. ML²T⁻² എന്ന് പറഞ്ഞാൽ A3 ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മൊമെന്റം തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇമ്പൾസ് ഈക്വൽ ടു മൊമെന്റം എന്നാണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. MLT⁻⁻1 ആണ്. MLT⁻⁻ എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്നത് 1 ആണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. MLT⁻⁻2 ആണ്. ടെൻഷൻ ഫോഴ്സ് ആണെങ്കിൽ C4 ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ MLT⁻⁻. പിന്നെ ബാക്കിയുള്ള ആളെ എടുത്താൽ പോരെ, ബാക്കി എന്ന് പറയുമ്പോൾ D1 ആണ്. A3 B1 ഓപ്ഷൻ എ അല്ലേ? യെസ്, കമോൺ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അതോ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വൺ ഷോട്ടുകളൊക്കെ ഉണ്ട്, ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ GIB ആകുന്നതേ ഉള്ളൂ. എങ്ങാനും ഒരു മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ടെൻസ്ഡ് ആവണ്ട. പല ടോപ്പേഴ്സിനും സ്റ്റാർട്ടിംഗ് പ്രോസസ്സിലോ അല്ലെങ്കിൽ മിഡ് പ്രോസസ്സിലൊക്കെ 400-നും 450-നും 500-നും അടുത്ത് മാർക്ക് കിട്ടിയവരൊക്കെ ആയിരുന്നു. അവരൊക്കെ തന്നെ റിവിഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തതിന്റെ ബേസിൽ നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. നല്ല രീതിയിൽ കയറുക എന്ന് പറഞ്ഞാൽ 690-ന് മേളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ എങ്ങനെ പോയാലും നിങ്ങളുടെ ടാർഗറ്റ് ഒരു 640 എബോവ് സെറ്റ് ചെയ്യുക. നല്ല കോളേജസിൽ കയറാൻ സാധിക്കുക. എല്ലാവരും സുഖം. ഗ്രേറ്റ്. യെസ്, മാരത്തൺ ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ധീരയ്ക്ക് എന്താ വരാത്ത? ധീരയ്ക്ക് വരുന്നുണ്ടടാ, വരും. സുഖം. ആരാ ചോദിച്ചേ? മുടി വന്നു. ഇല്ലടാ, പേടിക്കണ്ട, സെറ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലാത്തത് നോട്ട് എന്നാണ് ചോദ്യം. നോട്ട്. യെസ്, സുഖം. അവിടെ ശ്രദ്ധിച്ചേ, ഡയമെൻഷൻസ് ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഡയമെൻഷണൽ ക്വാണ്ടിറ്റി അല്ലാത്തത് എന്താണ് എന്നാണ് ചോദ്യം. യെസ്, ഡയമെൻഷണൽ ക്വാണ്ടിറ്റി, ഡയമെൻഷൻ ഉള്ളത് മീൻസ് നോട്ട് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നാണ്. വേഗം പറഞ്ഞേ. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി μR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം μ ഈസ് ഈക്വൽ ടു μR ഇൻറ്റു μ0 ആണ്. അങ്ങനെയാണെങ്കിൽ μR ഡയമെൻഷൻ കാണുമോ? ദാറ്റ് ഈസ് μ ഈസ് ഈക്വൽ ടു μ0 μR ആണ്. അപ്പോൾ μR എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റിയുടെ റേഷ്യോ ആണ്. മ്യൂവിന്റെ റേഷ്യോ ആണല്ലേ. അപ്പോൾ ഇതിന് ഡയമെൻഷൻ ഇല്ല. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ ആണ്. ട്രിഗണോമെട്രിക് ടേമുകൾക്ക് ഡയമെൻഷൻ ഉണ്ടോ? ട്രിഗണോമെട്രിക് ടേമുകൾക്ക് ഡയമെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഇതും ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0, ഇതിന് ഡയമെൻഷൻ ഉണ്ടെന്ന് നമ്മൾ എഴുതിയതാണല്ലേ. എങ്ങനെ എഴുതിയ? B is equal to μ0I/2R. ഇതിൽ നിന്ന് നമ്മൾ ഇതിന് ഡയമെൻഷൻ ഉണ്ടെന്ന് എഴുതിയതാണ്.
ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ Q ആണ്. അത് നിങ്ങൾ AC പഠിക്കുന്നതാണ്. ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ബൈ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ഇങ്ങനെയാണ്. അപ്പൊ VL/VR ആണ്. അപ്പൊ ഇതും റേഷ്യോ തന്നെയാണ്, ഇതിനും ഡയമെൻഷനില്ല. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആയ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ശരിയല്ലേ? നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇതും നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടേമിനെ കുറിച്ച് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുണ്ടാവില്ല. ഈ ടേം ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇത് ഏതാണ് ഈ ടേം എന്ന് ചിന്തിക്കുന്നവരോട് ചെയ്യേണ്ട കാര്യം, ആ ടേം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ടേമുകൾ കേട്ട ആൾക്കാരായിരിക്കും അല്ലേ? ബാക്കിയുള്ള ടേമുകൾ കേട്ട ആൾക്കാരാണെങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തൂടെ ചോദ്യത്തിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ quantities have the same dimension? ഒരേ ഡയമെൻഷൻ ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചു നോക്കണേ. ഇലക്ട്രിക് പൊട്ടൻഷ്യലും എനർജിയും. ശരിക്കും ഓപ്ഷൻ ഡി നോക്കുവാണ്. നിങ്ങൾ യെസ് ഓർ നോ പറയണം. ഞാൻ ഓരോ ഓപ്ഷൻസ് അനലൈസ് ചെയ്യാം. നിങ്ങൾ സെയിം ആണെങ്കിൽ യെസ് പറയണം, അല്ലെങ്കിൽ നോ പറയണം. ഓപ്ഷൻ ഡിയുടെ അവസ്ഥ എന്താ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ആണ്. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയാണ്. സോ ദേ ഡു നോട്ട് ഹാവ് ദ സെയിം ഡയമെൻഷൻ. ദാറ്റ് ഈസ് അത് നോയാണ്. അത് തെറ്റാണ്. സെയിം ഡയമെൻഷൻ ഉള്ളത് ഏതിനാണ് എന്നാണ് ചോദ്യം. അതിനല്ല. ഓപ്ഷൻ സി നോക്കാം. കറണ്ട് ഡെൻസിറ്റി ആൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് ആൻസർ പറയണേ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും J ആണ്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. അത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഇത് രണ്ടും സെയിം ഡയമെൻഷൻ ആണോ? ഇത് രണ്ടും സെയിം ഡയമെൻഷൻ ആണോ? യെസ് ഓർ നോ? ഓപ്ഷൻ സി നോക്കുക. ശ്രദ്ധിച്ച് നോക്കുക. മറ്റേത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. ദാറ്റ് ഈസ് ആംബിയർ പെർ A/L² ആണ് ഇത് വരിക. കറണ്ട് എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, ഏരിയ എന്ന് പറഞ്ഞാൽ L² ആണ്. ഇത് AT/L² എന്നാണ് വരിക. രണ്ടും സെയിം ഡയമെൻഷൻ അല്ല. അപ്പോൾ അത് ശരിയാണോ? കറണ്ട് ഡെൻസിറ്റിയും സർഫസ് ചാർജ് ഡെൻസിറ്റിയും സെയിം ആണോ? ഒരിക്കലും സെയിം അല്ല. ഓപ്ഷൻ ബി നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. അത് എന്തൊരു ചോദ്യമല്ലേ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആംബിയർ ആണ്. ദാറ്റ് ഈസ് A ആണ് വരിക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ന്യൂട്ടൺ പെർ കൂളംബ്. ഒരിക്കലും രണ്ടുപേരും ഡയമെൻഷൻ സെയിം ആവത്തില്ല. സോ അതും എ ബിഗ് നോ തന്നെയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് ഇലക്ട്രിക് ഫീൽഡ്. MCQ അല്ലേ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ ശരിയായിരിക്കണ്ടേ? നിങ്ങൾ ചിലപ്പോൾ ഈ ടേമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ബാക്കിയെല്ലാം തെറ്റാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഏത് ആൻസർ ആണെന്ന് പറയാൻ സാധിക്കും. സന്തോഷമായി നെഞ്ചിൽ കൈവച്ച് പറയൂ. ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷൻ A ആണ്. ശരിയല്ലേ? ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ε0 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഓപ്ഷൻ എലിമിനേഷന് വേണ്ടിയാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് എപ്പോഴും എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക. യെസ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ട്രിഗണോമെട്രിക് ടേമുകൾ വന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം അതിന് ഡയമെൻഷൻ ഇല്ല എന്നുള്ളതാണ്. സപ്പോസ് cos AT എന്ന് എഴുതുക. cos AT യുടെ ഡയമെൻഷൻ മൊത്തത്തിൽ എന്താണ്? 1 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ എയുടെയും ടിയുടെയും ഡയമെൻഷൻ രണ്ടും ഇൻവേഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് പറയാം A/T എന്ന് പറഞ്ഞ 1 ആയിരിക്കണം. അല്ലെങ്കിൽ A is equal to 1/T ആണ്. ഡയമെൻഷൻ എടുക്കുമ്പോൾ A എന്ന് പറഞ്ഞാൽ 1/T ആണ്. അപ്പോൾ ഡയമെൻഷൻ പറയോ? J എഴുതണോ സാർ? യെസ്, J എഴുതണം. J എഴുതി നോക്കൂ. ഫിസിക്സും കെമിസ്ട്രിയും എഴുതുന്നതിന് എന്താ പ്രശ്നം? എഴുതി നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എഴുതി നോക്കണം നിർബന്ധമായും. സോ എനിക്ക് എഴുതാം T⁻⁻1 എന്ന് എഴുതാം. T⁻⁻1 എഴുതിക്കൂടെ? cos BX ന്റെ ഡയമെൻഷൻ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് B? B യുടെ ഡയമെൻഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? B യുടെ ഡയമെൻഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? B യുടെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ X ന്റെ ഡയമെൻഷന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, ഇൻവേഴ്സ് എടുത്താൽ മതി. ദാറ്റ് ഈസ് L⁻⁻1 എടുത്താൽ മതി അല്ലേ? L⁻⁻1 എടുത്താൽ മതി, മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ട്രിഗണോമെട്രിക് ടേമുകൾ വന്നാൽ അതിന്റെ അകത്തുള്ള ആളെ കണ്ടുപിടിക്കാൻ അകത്തുള്ള ആളുടെ, ദാറ്റ് ഈസ് ഇതിന്റെ X ഏതാണോ അതിന് ഇൻവേഴ്സ് എടുത്താൽ മതിയാകും. X ഏതാണോ അതിന് ഇൻവേഴ്സ് എടുത്താൽ മതിയാകും. ഫോർ എക്സാമ്പിൾ sin C ഇൻറ്റു V എന്ന് പറയുന്നു. അവിടെ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് C എന്നാണ് ചോദ്യം. C യുടെ ഡയമെൻഷൻ ആണ് ചോദ്യം. സർഫസ് ചാർജ് ഡെൻസിറ്റി AN സാറിനെ പോലെ സിഗ്മയാണ്. ഞാനൊന്നും പറയുന്നില്ല. നിലവിൽ സമയപരിധി മൂലം അതിനുള്ള ഉത്തരം ഞാൻ വായിക്കുന്നു. ഇല്ലടാ, ഞാൻ ഈ എല്ലാ വർഷവും നീറ്റ് എഴുതുന്നില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഞാൻ രജിസ്റ്റർ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി. അല്ലാണ്ട് നീറ്റ് എഴുതൂല കേട്ടോ. സോ വിയുടെ ഇൻവേഴ്സ് ആണ്, വെലോസിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? L⁻T എന്ന് വരും. L⁻T എന്ന് വരും. L⁻T is the right answer. കണ്ടോ? ഇങ്ങനെ എപ്പോഴും ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മറ്റൊരു ഹാക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് പ്രഷർ, വോളിയം പോലെയുള്ള ഡയമെൻഷൻസ് വരുമ്പോൾ P/V എന്ന് പറഞ്ഞൊരു ഫാക്ടർ നിങ്ങൾക്ക് കാണാമായിരിക്കും. P/V എന്ന് പറഞ്ഞൊരു ഫാക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഓർമ്മ വരും. ദാറ്റ് ഈസ് PV എന്ന് പറഞ്ഞ ഫാക്ടർ. എപ്പോഴും മനസ്സിലാക്കുക, PV ഹാസ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. നിങ്ങളുടെ
PV പ്രഷർ വോളിയം കേസുകളിൽ ഡയമെൻഷൻ ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം പ്രഷറിനും വോളിയത്തിനും, പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ അതൊരു എന്ത് തന്നെയാണ്, വർക്ക് തന്നെയാണ് ശരിക്കും. ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻസ് ഓഫ് എനർജി. എനർജിയുടെ സെയിം ഡയമെൻഷൻ തന്നെയാണ് ശരിക്കും ആർക്കുള്ളത്, പ്രഷറിനും വോളിയത്തിനും ഉള്ളത്. മറക്കരുത്, പിയും വിയും എന്ന് പറഞ്ഞാൽ പ്രഷറിനും വോളിയത്തിനും സെയിം ഡയമെൻഷൻ ആണ് എന്നർത്ഥം. ഈ ചോദ്യം യെസ് ബാങ്ടാനിയോ ഇവിടെ ശ്രദ്ധിക്കടാ. ഇൻ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ P plus A by V square into V minus B equal to RT. അവിടെ P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ചോദ്യം ഇതാണ്, ദ റേഷ്യോ ഓഫ് ദ കോൺസ്റ്റന്റ്സ് A by B. A by B യുടെ റേഷ്യോ എന്തിനെ നൽകുന്നു എന്നാണ്. ഈ ചോദ്യം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നോക്കിക്കേ, എയുടെ ഡയമെൻഷനും കണ്ടുപിടിക്കണം, വിയുടെ ഡയമെൻഷനും കണ്ടുപിടിക്കണം. ഈ വി മൈനസ് ബി എന്ന് പറഞ്ഞ ടേം നിങ്ങൾ കണ്ടോ? വി മൈനസ് ബി എന്ന് എഴുതണമെങ്കിൽ വിയുടെയും ബിയുടെയും ഡയമെൻഷൻസ് സെയിം ആവണ്ടേ? വി മൈനസ് ബി എന്ന് എഴുതണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത് വിയുടെയും ബിയുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ബിയുടെ ഡയമെൻഷൻ എൽ ക്യൂബ് ആണ്, വിച്ച് ഈസ് വോളിയം ആണ്. ഇനി പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിയുടെയും എ ബൈ വി സ്ക്വയറിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രഷറിന്റെ ഡയമെൻഷനും എ ബൈ വി സ്ക്വയറിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? ഈക്വൽ ആണെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് ഞാൻ എ എഴുതി, എ ഈസ് ഈക്വൽ ടു പി വി സ്ക്വയർ. ഞാൻ എ ബൈ ബി കണ്ടുപിടിക്കാൻ പോവുകയാണ്. പി വി സ്ക്വയർ ബൈ എൽ ക്യൂബ് അല്ലെങ്കിൽ ബി എന്ന് വരും. പി വി സ്ക്വയർ ബൈ വി എന്ന് വരും. പി വി സ്ക്വയർ ബൈ വി എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു വിയും വിയും ക്യാൻസൽ ആയാൽ എനിക്ക് പി വി എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മറക്കരുത്, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. ഇത് 2021 നീറ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇ ബൈ ജിയുടെ ഡയമെൻഷൻ എന്തെന്നാണ്? ഇ ആൻഡ് ജി റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ദെൻ ഇ ബൈ ജി ഹാസ് ദ ഡയമെൻഷൻ ഓഫ് എന്നാണ് ചോദ്യം. ഈ എനർജിയാണ്, ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആദ്യമേ ആലോചിക്കേണ്ടത് ജിയുടെ ഡയമെൻഷൻ എന്തെന്നാണ്. ജിയുടെ ഡയമെൻഷൻ എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കത്തില്ല എന്ന് ഉദ്ദേശിച്ചത് മനസ്സിൽ ഓർമ്മ വരത്തില്ല, ആകെ ഇക്വേഷൻ മാത്രമേ ഓർമ്മ വരത്തുള്ളൂ. സോ എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2 ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എഫ് ആർ സ്ക്വയർ ബൈ M1 M2 എന്നാണ്. എഫ് എന്ന് പറഞ്ഞാൽ ML(T)-2, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ഇൻറ്റു M സ്ക്വയർ, ദാറ്റ് ഈസ് M((1) L ക്യൂബ് T((2). ഞാൻ റേഷ്യോ എടുക്കാൻ പോവുകയാണ്. ML സ്ക്വയർ T((2) ബൈ M((1) L ക്യൂബ് T((2). T((2) വെട്ടിപ്പോകും. എൽ സ്ക്വയറും എൽ ക്യൂബും വെട്ടിയാൽ L((1) എന്ന് വരും. എമ്മും കൂടെ M സ്ക്വയർ ആയി മാറും. M സ്ക്വയർ L((1) എന്ന ആൻസർ കിട്ടും. M സ്ക്വയർ L((1) ഈസ് ദ റൈറ്റ് ആൻസർ. M സ്ക്വയർ L((1) ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഡയമെൻഷൻസിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ, ഡയമെൻഷൻസിന്റെ ബേസിലുള്ള ചോദ്യങ്ങൾ നോക്കുക. പിന്നെ ഉള്ളത് ഡയമെൻഷൻ അനാലിസിസുമാണ്. ഡയമെൻഷൻ അനാലിസിസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.01 സെന്റിമീറ്റർ വരെ എനിക്ക് മെഷർമെന്റ് പോസിബിൾ അല്ലേ? 0.01 സെന്റിമീറ്റർ വരെ എനിക്ക് മെഷർമെന്റ് പോസിബിൾ അല്ലേ? ഉറപ്പായിട്ടും പോസിബിൾ ആണ്. യെസ്, ഉറപ്പായിട്ടും പോസിബിൾ ആണ്. 5.835 സെന്റിമീറ്റർ ആണെങ്കിലോ 0.001 സെന്റിമീറ്റർ വരെ എനിക്ക് മെഷർമെന്റ് പോസിബിൾ ആണ്. ഇതിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ ഏതായിരിക്കും? ഏറ്റവും അങ്ങറ്റം വരെ, ഏറ്റവും നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂവിനെയാണ് പ്രിസൈസ്. യെസ് ഗോപി കാണിക്കാം. യെസ്, അതിനെയാണ് പ്രിസൈസ് വാല്യൂസ് എന്ന് പറയുന്നത്. അതിനെയാണ് യെസ്. ഇപ്പൊ സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കണക്ഷൻ ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. സോറി. റെഡി ആയിട്ടുണ്ട്. റെഡിയല്ലേ? യെസ്, ഓക്കെ, ശരി. ഇനി ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്റെ ശരിക്കുള്ള വാല്യൂ, അതായത് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും 5 സെന്റിമീറ്റർ ആണ്. ഒരു മെഷർമെന്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 4.95 സെന്റിമീറ്റർ എന്നാണ്. ഒരു മെഷർമെന്റിൽ 4.8 സെന്റിമീറ്റർ എന്നാണ്. ഒരു മെഷർമെന്റിൽ 4.3 സെന്റിമീറ്റർ എന്നാണ്. യെസ്, ഓക്കെ. അപ്പൊ എന്റെ റീഡിങ്ങിൽ എന്റെ ട്രൂ വാല്യൂ, അതെ, ഞാൻ എപ്പോ വന്നാലും സ്റ്റക്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ക്ലാസ്സിൽ വരാത്തത്. സോ ഇവിടെ ശ്രദ്ധിക്കുക.
precision കേട്ടില്ലേ? precision കേൾക്കാം, അതിന് മുമ്പായിട്ട് ഒരു accuracy കേൾക്കുക. ശരിക്കുള്ള വാല്യൂ 5 സെന്റിമീറ്റർ ആണ്. 3 മെഷർമെന്റ് എടുത്തു, അതിൽ ഒരു വാല്യൂ 4.95, ഒരു വാല്യൂ 4.8, ഒരു വാല്യൂ 4.3. ആക്യുറസി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതിനെയാണ് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെയാണ് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പ്രിസിഷൻ ഒന്നും കൂടെ പറയാം. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് വരെ എനിക്ക് പക്കായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്നതിന്റെ അളവാണ് ശരിക്കും പ്രിസിഷൻ. അതിനെയാണ് ഏറ്റവും പ്രിസൈസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കിയേ 0.1 സെന്റിമീറ്റർ പറ്റത്തുള്ളൂ, ഇവിടെ 0.01 സെന്റിമീറ്റർ പറ്റും, ഇവിടെ 0.001 സെന്റിമീറ്റർ പറ്റും. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ഡെസിമൽ പോയിന്റ്സ് അളക്കാൻ പറ്റുന്ന മെഷർമെന്റ് എടുത്ത് നോക്കിയാൽ മതി. അതായിരിക്കും എന്ത് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ, ദാറ്റ് ഈസ് 5.835. ഇനി ആക്യുറസിയിലേക്ക് വന്നാൽ ക്ലോസ്നെസ് വിത്ത് ദ ഒറിജിനൽ വാല്യൂ, ട്രൂ വാല്യൂമായിട്ടുള്ള ക്ലോസ്നെസ്സിനെയാണ് ശരിക്കും എന്ത് പറയുക, ആക്യുറസി എന്ന് പറയുക. ഇനി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് ഈസ് മോസ്റ്റ് പ്രിസൈസ്. ഇവിടെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റ് നോക്കുക. ഇവിടെ നോക്കണം, വാല്യൂ എല്ലാം സെയിം ആണ്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യൂണിറ്റുകൾ ഡിഫറന്റ് ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുക. അതായത് മില്ലിമീറ്റർ വരുന്ന യൂണിറ്റ് ഉണ്ടോ നോക്കുക. മില്ലിമീറ്റർ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണോ അതിനെ വേണം കൺസിഡർ ചെയ്യാൻ, അതിനെ വേണം പ്രിസൈസ് എന്ന് പറഞ്ഞു കഴിയാൻ. അടുത്ത ചോദ്യം നോക്കുക. ദ മീൻ ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് 5 സെന്റിമീറ്റർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ്. ഇതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് എന്താണ് എന്നാണ് ചോദ്യം. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും 5 സെന്റിമീറ്ററിനോട് ഏറ്റവും അടുത്തുള്ള വാല്യൂ ഏതാണ് ഇതിനകത്ത്, ഏതാണ് കണ്ടാൽ തന്നെ അറിയാമല്ലേ, 4.9 സെന്റിമീറ്റർ ആണ്. അതും ഓക്കെയാണ്, അതും റെഡി തന്നെയാണ്. യെസ്, ഇതിനെയാണ് ആക്യുറസി പ്രിസിഷൻ എന്ന് പറയുന്നത്. ആക്യുറസി പ്രിസിഷൻ നീറ്റിന് ചോദിക്കുകയാണെങ്കിൽ, ജെയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ചോദിക്കും, നീറ്റിനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക, ടെക്സ്റ്റിലുണ്ട്. അതുകൊണ്ട് ചോദ്യം വന്നാൽ അത് പ്രതീക്ഷിക്കണം, അത് എഴുതുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും മനസ്സിലാക്കുക, എ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന്റെ മീൻ അബ്സല്യൂട്ട് എററിനെ ഡെൽറ്റ എ കൊണ്ടാണ് എഴുതാറ്. അതിന്റെ ട്രൂ വാല്യൂ എ എന്നാണ് എഴുതാറ്. അപ്പോൾ എനിക്ക് റിലേറ്റീവ് എറർ എഴുതണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാറ്, ഡെൽറ്റ എ ബൈ എ. ഇസഡ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ഇസഡ് എന്ന് പറഞ്ഞുകൊണ്ട് എററിനെ എനിക്ക് ഡെൽറ്റ ഇസഡ് എന്ന് വിളിക്കാം. അതിന്റെ ട്രൂ വാല്യൂ ഇസഡ് ആണെങ്കിൽ റിലേറ്റീവ് എറർ എഴുതാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എന്ന് എഴുതാം. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, 5 സെന്റിമീറ്റർ ആണ് ട്രൂ വാല്യൂ, 0.303 സെന്റിമീറ്റർ ആണ് എറർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മെഷർമെന്റിനെ എഴുതേണ്ടത് 5 ± 0.03 സെന്റിമീറ്റർ എന്നാണ്. അതായത് ഒരു മെഷർമെന്റിൽ ട്രൂ വാല്യൂവും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ആബ്സല്യൂട്ട് എററും ഉണ്ടായിരിക്കണം, മീൻ ആബ്സല്യൂട്ട് എററും ഉണ്ടായിരിക്കണം. മറ്റൊരു ക്വാണ്ടിറ്റി തരാം, അതിനെ എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾ പറയണം. ദാറ്റ് ഈസ് അതിന്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 9 ഡിഗ്രീസ് ആണ്. എറർ എന്ന് പറയുന്നത് 0.09 ഡിഗ്രീസ് ആണ്. എങ്ങനെ അതിന്റെ മൊത്തം ക്വാണ്ടിറ്റി എഴുതാം എന്ന് പറയാമോ? ദാറ്റ് ഈസ് 9 ഡിഗ്രി ± 0.09 ഡിഗ്രി എന്ന് പറയും. 9 ± 0.09 അല്ലേ? ശരിയാണെങ്കിൽ യെസ് പറയാം. ഓക്കെ, യെസ്, ശരിയാണല്ലോ. യെസ്, അപ്പൊ അത് മറക്കരുത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. യെസ്, അങ്ങനെ എഴുതാൻ എപ്പോഴും ശീലിക്കണം. ശരി, ഇനി നോക്കുക, ഒരു ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന്റെ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതിക്കൂടെ? ക്യൂബിന്റെ റിലേറ്റീവ് എററിനെ ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതിക്കൂടെ? ഉറപ്പായിട്ടും ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്യൂബിന്റെ റിലേറ്റീവ് എറർ അങ്ങനെയാണെങ്കിൽ വോളിയത്തിന്റെ റിലേറ്റീവ് എറർ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കണം, ക്യൂബിന്റെ ഇക്വേഷൻ വോളിയത്തിന് v = a³ എന്നാണ്. അപ്പൊ റിലേറ്റീവ് എറർ ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി എന്നാണ്. a³ എന്നാണ് കാണുന്നത്. ഈ മുകളിലുള്ള ക്യൂബിനെ നിങ്ങൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? ആ കോൺസ്റ്റന്റ് ആയിട്ട്, ദാറ്റ് ഈസ് 3 × എന്ന് വരും. 3 × റിലേറ്റീവ് എറർ ഓഫ് എ എന്നാണ് വരിക. 3 × ഡെൽറ്റ എ ബൈ എ എന്നാണ് വരിക. 3 × ഡെൽറ്റ എ ബൈ എ. 3 × ഡെൽറ്റ എ ബൈ എ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 × ഡെൽറ്റ എ ബൈ എ. ഇനി പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്താൽ മതി. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ × 100 ആണ്. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. പാരലി കണക്ടഡ് റെസിസ്റ്ററിന്റെ എററിന് ശരിക്കും നിങ്ങളുടെ സോൾഡ് എക്സാമ്പിളിൽ ശരിക്കും ഒരു NCERT സോൾഡ് എക്സാമ്പിൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് ബി ആസ്ക്ഡ് ഇൻ നീറ്റ്. അതൊരിക്കലും നീറ്റിന് ചോദിക്കില്ല, അതിനൊരു ഫിക്സഡ് വാല്യൂ ആണ്.
പക്ഷെ നിങ്ങളത് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പാരലൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാല്യൂസ് തന്നിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് തരും, ആ ഇക്വേഷനും തരും, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള രീതിയിലേ വരത്തുള്ളൂ. അതല്ലാണ്ട് ഡിറൈവ് ചെയ്യാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. എററിന്റെ കേസിൽ ചെയ്ക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചോദിച്ചിട്ടില്ല. സോ അതിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. എ സിൽവർ വയർ ഹാസ് മാസ് തന്നിട്ടുണ്ട് 0.6 പ്ലസ് ഓർ മൈനസ് 0.006 ഗ്രാം. റേഡിയസ് തന്നിട്ടുണ്ട് 0.5 പ്ലസ് ഓർ മൈനസ് 0.005 ഗ്രാം, മില്ലിമീറ്റർ. ലെങ്ത് തന്നിട്ടുണ്ട് 4 പ്ലസ് ഓർ മൈനസ് 0.04 സെന്റിമീറ്റർ എന്നാണ്. ദ മാക്സിമം പെർസെന്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി എന്നാണ് ചോദ്യം. യെസ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഇതൊരു വയറാണ്. വയർ എന്ന് പറയുമ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. വയറിനൊരു ലെങ്തും ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇവിടെ പറയുന്നത് മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് വാട്ട് ഈസ് വോളിയം? വോളിയം എന്താണ്? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അത് πr² ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. ഇങ്ങനെ എടുത്തിട്ട് വേണം ഡെൻസിറ്റിയുടെ എറർ കണ്ടുപിടിക്കാൻ, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്റ്റീൽ വയർ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എസ് പറയാം. ഇതുവരെ എഴുതിയത് ഓക്കെ ആണെങ്കിൽ എസ് പറയാം. നമ്മൾ ഇനി ഇതിന്റെ എറർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഞാനിവിടെ ഡെൽറ്റ റോ ബൈ റോ എഴുതാൻ പോവുകയാണ്. ആദ്യമേ മാസിന്റെ എറർ ഡെൽറ്റ എം ബൈ എം പ്ലസ് പൈയുടെ എറർ. പൈക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ? പൈക്ക് എറർ ഒന്നുമില്ല. പിന്നെ റേഡിയസ് ആണ്, അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ. കണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് മാസിന്റെ എറർ ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആളാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ 0.006 ആണ്. എളുപ്പത്തിന് വേണ്ടി 6 × 10⁻³ എന്ന് എഴുതി. മാസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 × 10⁻⁻1 എന്ന് എഴുതി. പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ 5 × 10⁻³ ആണ്. മറ്റേത് 5 × 10⁻⁻1 ആണ്. പ്ലസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 × 10⁻² ആണ്, ബൈ 4 ആണ്. വെട്ടിക്കളഞ്ഞു. 6ഉം 6ഉം പോയി, 5ഉം 5ഉം പോയി, 4ഉം 4ഉം പോയി. 10⁻³ 10⁻⁻1 10⁻² പ്ലസ് 2 × 10⁻² പ്ലസ് 10⁻². അപ്പൊ എനിക്ക് കിട്ടും 4 × 10⁻². പെർസെന്റേജ് ആക്കാൻ ഇൻറ്റു 100 കൂടെ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി 4%. 4% എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? 4% എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഹൗസ് ദ ക്വസ്റ്റ്യൻ? നല്ല ചോദ്യമല്ലേ? 4% എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അത്യാവശ്യം ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. എററിന്റെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഇറ്റ് ഇസ് എ വൺ ഓഫ് എ കൈൻഡ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് എ കൈൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ദാറ്റ് ഈസ് സാധാരണ വാല്യൂസ് എഴുതിയിട്ട് ഒരു ഇക്വേഷൻ എഴുതിയിട്ട് ഡെൽറ്റ എറർ എടുക്കാൻ വേണ്ടി ചോദിക്കും. ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ശരിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കണ്ടോ? റെഡിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സിമ്പിൾ ചോദ്യം. ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ്, ഒരു സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് r ഈസ് ഈക്വൽ ടു 5.3 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ എന്നാണ്. ദ പെർസെന്റേജ് എറർ ഇൻ ഇറ്റ്സ് വോളിയം എന്നാണ്. വോളിയത്തിന്റെ എറർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ജെയുടെ ചോദ്യമാണ്. അതെ, ഇത് ജെയുടെ ചോദ്യമല്ല. വോളിയത്തിന്റെ എറർ കണ്ടുപിടിക്കാൻ v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഫിയറിന്റെ കേസിൽ 4/3 πr³ ആണ്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി കണ്ടുപിടിക്കണമെങ്കിൽ 4/3 കോൺസ്റ്റന്റ് ആണ്. 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ചെയ്താൽ മതി. 3 ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ആളാണ്, ദാറ്റ് ഈസ് 0.1. ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രൂ വാല്യൂ ആണ്. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 5.3 ആണ്. സോ പെർസെന്റേജ് ആണെങ്കിൽ ഇൻറ്റു 100 ചെയ്യുക. 3 ഇൻറ്റു 0.1 ബൈ 5.3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബി കിട്ടിയാൽ ഇത്രയും നേരം മസിൽ പിടിച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് ചിരിച്ചേ. റെഡിയല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 3 ഇൻറ്റു 1 ബൈ 5.3 ഇൻറ്റു 100 is the right answer. അടുത്ത ചോദ്യം. ഇതൊക്കെ എററിന്റെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 0.1. സോ റേഡിയസിന്റെ മെഷർമെന്റ് 1% ആണെങ്കിൽ ഇത് കാൽക്കുലേറ്റഡ് വോളിയം ആണ്, സ്ഫിയർ തന്നെയാണ്. അപ്പോൾ 4/3 πr³ ആണല്ലേ? 4/3 πr³ ആണ്. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് വരും. അപ്പോൾ എറർ എത്രയാണെന്ന് എഴുതാം. വാട്ട് ഈസ് ദ എറർ? എറർ എത്രയാ? ഓപ്ഷൻ ബി 3% തന്നെയല്ലേ? യെസ്, നമ്മളിപ്പോ ചെയ്ത ടൈപ്പ് ചോദ്യം തന്നെയാണ്. 3% തന്നെയാണ്. ഇതാണ് എററിന്റെ അടുത്ത ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറയുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ടൈപ്പ് ഓഫ് ചോദ്യം. യെസ്, എവിടെയെങ്കിലും നിങ്ങൾ ലീസ്റ്റ് കൗണ്ട് എന്ന് കണ്ടാൽ ശരിക്കും അത് ലെങ്തിന്റെ എറർ ആയിട്ട് കൺസിഡർ ചെയ്യണം. എവിടെയെങ്കിലും നിങ്ങൾ ലീസ്റ്റ് കൗണ്ട്
ഇത്ര റെസൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ് സമയത്തിന്റെ കണ്ടാൽ ഇവിടെ നോക്കിയേ 0.01 സെക്കൻഡ് റെസൊല്യൂഷൻ എന്ന് കണ്ടാൽ അത് സമയത്തിന്റെ എറർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഇതാണ് ഈ ടൈപ്പിലെ വ്യത്യസ്തമായ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. സോ ഈ ചോദ്യം നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. നല്ലൊരു ചോദ്യമാണ്. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് t into 2.√of L/g. മെഷേർഡ് വാല്യൂ ഓഫ് L ഈസ് 1 മീറ്റർ. എല്ലിന്റെ വാല്യൂ 1 മീറ്റർ ആണ്. ശരി, സമ്മതിച്ചു. ലെങ്ത് 1 മീറ്റർ ആണ്. ഹാവിംഗ് എ മിനിമം ഡിവിഷൻ ഓഫ് 1 mm എന്ന് വെച്ചാൽ മിനിമം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എറർ ആണ് തന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കണം. അത് 1 mm എന്നാണ്. ആൻഡ് ടൈം ഓഫ് 1 കംപ്ലീറ്റ് ഓസിലേഷൻ ഈസ് 1.95 സെക്കൻഡ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ അവർ കറക്റ്റ് ആയിട്ട് ടൈം പീരീഡ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1.95 സെക്കൻഡ്. മെഷേർഡ് ഫ്രം സ്റ്റോപ്പ് വാച്ച് ഓഫ് 0.01 സെക്കൻഡ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ എറർ ആണ് 0.01 സെക്കൻഡ് ആണ് അവിടുത്തെ എറർ എന്ന് പറയുന്നത്. യെസ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സോ ദ പെർസെന്റേജ് എറർ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് G വിൽ ബി എന്നാണ് ചോദ്യം. ജിയുടെ ഡിറ്റർമിനേഷനുള്ള എറർ എന്താണെന്നാണ് ചോദ്യം. അതിന് നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം, ഇക്വേഷനിൽ നിന്ന് G എഴുതണം. 2π√of L/g യിൽ ഞാൻ സ്ക്വയർ ചെയ്തു. t² = 4π² L/g. എനിക്ക് വേണ്ടത് G ആണ്. G ഈസ് ഈക്വൽ ടു 4π² × L/t². ഞാൻ എറർ കണ്ടുപിടിക്കാൻ ΔG/G എടുത്തു. ΔL/L പ്ലസ് 2 × ΔT/T എന്ന് കിട്ടും. ΔL എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 2 × ΔT എന്ന് പറഞ്ഞാൽ 0.01 10⁻² ആണ്. T എന്ന് പറഞ്ഞാൽ 1.95 ആണ്. 0.001 പ്ലസ് ഇത് ഏകദേശം ഒരു 1-നടുത്ത് വരും. 10⁻² എന്ന് പറഞ്ഞാൽ 0.01. ഇത് രണ്ടും കൂട്ടുമ്പോൾ 0.011 സംതിങ് വരും. ഇൻറ്റു 100 ചെയ്താൽ 1.1 സംതിങ് പെർസെന്റേജ് എന്ന് വരും. 1.1 സംതിങ് പെർസെന്റേജ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. 1.1 സംതിങ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഓപ്ഷൻ നോക്കുക. ഈ ഓപ്ഷൻസ് എല്ലാം വളരെ ക്ലോസ്ഡ് ഓപ്ഷൻസ് ആണ്. നീറ്റിന് എന്തായാലും ഇത്രയും ക്ലോസ്ഡ് ഓപ്ഷൻസ് മാറ്റത്തില്ല. എററിൽ യൂണിറ്റ് മാറ്റണ്ട. നല്ലൊരു ചോദ്യമാണ് ഇർഫാൻ ചോദിച്ചത്. യൂണിറ്റ് മാറ്റണ്ട എന്ന് പറയാൻ കാരണം ഒരേ യൂണിറ്റ് ഇവിടെ നോക്കി. ഇവിടെ ഞാൻ യൂണിറ്റ് മാറ്റാൻ കാരണം മില്ലിമീറ്ററും 1 മീറ്ററുമായിരുന്നു. അപ്പോൾ ഒരേപോലെ ആക്കണ്ടേ, അതിനു വേണ്ടി അങ്ങനെ ചെയ്തേ ഉള്ളൂ. സോ 1.1-നടുത്ത് ആൻസർ വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് 1.13% എന്നാണ്. 1.13% ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? യെസ്, 1.13% എന്നാണ്. ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ദിസ് ഈസ് എ വെർനിയർ കാലിപ്പർ അല്ലെ. വെർനിയർ കാലിപ്പറിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ ആണ്. ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെർനിയർ കാലിപ്പറിൽ മെയിൻ സ്കെയിൽ ഡിവിഷനും ഉണ്ട്, വെർനിയർ സ്കെയിൽ ഡിവിഷനും ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 MSD/N ആണ് ഈ ഒരു ഇക്വേഷൻ. ഓർക്കുന്നുണ്ടോ? ലീസ്റ്റ് കൗണ്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് 1 MSD/N. എന്താണ് 1 MSD/N എന്ന് പറഞ്ഞാൽ? 1 MSD/N വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ N MSDക്ക് N+1 VSD ഉണ്ട് എന്ന് പറയുന്ന അവസരങ്ങളിൽ മാത്രമേ വെർനിയർ കാലിപ്പറിന് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറക്കരുത്, വെരി ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അതായത് 9 MSDയും 10 VSDയും ധൈര്യമായി ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ N എന്ന് പറയുന്നത് വെർനിയർ ഡിവിഷൻസിന്റെ എണ്ണമാണ്. അവിടുത്തെ സ്മോൾ ലെറ്റർ N കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷനുകളുടെ എണ്ണമാണ്. അത് മറക്കരുത്. ഇനി നോക്കുക, 11 MSD ഉണ്ടെങ്കിൽ 12 VSD ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിക്കാമോ എന്ന് ആലോചിച്ച് വ്യക്തമായി ഒന്ന് പറഞ്ഞേ. ഉറപ്പായിട്ടും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം 11, 12 ഈ വരുന്ന വാല്യൂസിന് മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഈ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ് ഇട്ട് കൊടുക്കാൻ. ഇതാണ് നീറ്റിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 14 MSDക്ക് 22 VSD ഉണ്ടെന്ന് പറഞ്ഞാൽ can I use this equation? നമുക്കിത് പോസിബിൾ ആണോ? ഒരിക്കലും പോസിബിൾ അല്ല. ഇത് ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്, അതായത് ലീസ്റ്റ് കൗണ്ട് MSDയും VSDയും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു എന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് 1 MSD - 1 VSD. 1 MSD - 1 VSD വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. 1 MSD - 1 VSD. സാധാരണ മറ്റൊരു ചോദ്യം ചോദിക്കുക ടോട്ടൽ റീഡിംഗ് കണ്ടുപിടിക്കാനാണ്. ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ റീഡിംഗും കാണും, ഒരു വെർനിയർ സ്കെയിൽ റീഡിംഗും കാണും. മെയിൻ സ്കെയിൽ റീഡിംഗ് അവർ എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. വെർനിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്.
ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചിട്ട് വെർണിയർ സ്കെയിൽ ഡിവിഷൻ അത് ക്വസ്റ്റ്യൻ തരും. അതുമായി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെർണിയർ സ്കെയിൽ ഡിവിഷൻ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് വെർണിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ സാധിക്കും. 2022 ജെഇ മെയിൻസും ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഒന്ന് വ്യക്തമായി ഒന്ന് ആലോചിച്ച് 1 MSD എന്താണെന്ന് പറയുക, n എന്താണെന്നൊക്കെ പറയുക. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ലീസ്റ്റ് കൗണ്ടിന് ഇതിൽ ഏത് ഇക്വേഷൻ എനിക്ക് ഇവിടെ ഈസി ആയി പ്രയോഗിക്കാൻ പറ്റും എന്ന് പറയുക. ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണോ, ലീസ്റ്റ് കൗണ്ടിന് 1 MSD മൈനസ് 1 VSD ഉപയോഗിക്കണോ എന്ന് നോക്കിയിട്ട് വേഗം ഒന്ന് പറയുക. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ എനിക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമെന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയുക. നോക്കിയേ, ഇൻ എ വെർണിയർ കാലിപ്പേഴ്സ് ഈച്ച് സെന്റിമീറ്റർ ഓൺ ദ മെയിൻ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻടു 20 ഈക്വൽ പാർട്സ്. ഇഫ് 10th വെർണിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 9th മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. അതായത് 10th വെർണിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് 9th MSD എന്നാണ്. ശരിയല്ലേ? 9th MSD എന്നാണ്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യുന്നതല്ലേ എന്നുള്ളത്. അതെ, അപ്പൊ ലീസ്റ്റ് കൗണ്ട് എനിക്ക് എഴുതാം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 MSD ബൈ n എന്ന് എഴുതാം. 1 MSD ബൈ n ആണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ നിങ്ങൾ നോക്കണം എത്രയാണെന്നാണ് അവർ പറയുന്നത്. ഇൻ എ വെർണിയർ കാലിപ്പർ ഈച്ച് സെന്റിമീറ്റർ ഓൺ ദ മെയിൻ സ്കെയിൽ ഡിവൈഡ്സ് ഇൻടു 20 ഈക്വൽ പാർട്സ്. അതായത് 0യ്ക്കും 1നും ഇടയിൽ 20 ഡിവിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡിവിഷൻ എത്രയായിരിക്കും? യെസ്, ആൻസർ ഒക്കെ വന്നു കഴിഞ്ഞു. ഒരു ഡിവിഷൻ എത്രയായിരിക്കും? 0യ്ക്കും 1നും ഇടയിൽ 20 ഡിവിഷൻ ആണെങ്കിൽ എനിക്ക് പറയാം 1 MSD ഈസ് ഈക്വൽ ടു ഒരു സെന്റിമീറ്ററിന് 20 ഡിവിഷൻ. അപ്പൊ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1/20 ആണ്. ഇസ് ഈക്വൽ ടു 1/20 സെന്റിമീറ്റർ. 1/20 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ VSDസിന്റെ എണ്ണം. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് 10 ആണ്. വെർണിയർ സ്കെയിൽ ഡിവിഷൻസിന്റെ എണ്ണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1/20/10 എന്ന് എഴുതി. എനിക്ക് എഴുതാം 1/2 into 100, that is 200. പിന്നെ സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 10⁻². 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 10⁻². സെന്റിമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് 5 × 10⁻² എന്ന് എഴുതാം. അത്രയും മില്ലിമീറ്റർ എന്ന് എഴുതാം. മില്ലിമീറ്ററിൽ 0.5 സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.5നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 5 എന്ന് കിട്ടി. സോ 5 is the right answer. അപ്പൊ ഇതൊക്കെയാണ് മാക്സിമം ഒരു ലെവൽ ഓഫ് നീറ്റ് ക്വസ്റ്റ്യൻ. ജെഇയുടെ മെയിൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജെഇ മെയിൻസിന്റെ ബേസിൽ നോക്കുമ്പോൾ നീറ്റിന് ചോദിക്കാവുന്ന ഒരു മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഈ കാണുന്ന ആളാണ് ശരിക്കും ഈ 5 ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, വളരെ റെയർ ആണ്. ബാക്കി എറർ വരുന്ന കേസുകളാണ്. എറർ വരുവാണെങ്കിൽ ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. കോംപ്ലിക്കേറ്റഡ് എററുകൾ എന്തായാലും നീറ്റിന് എന്ത് ചെയ്യത്തില്ല, ചോദിക്കില്ല. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരുപാട് ഹാർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വെച്ച് നീറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാൽ ഈസി ടു മീഡിയം ലെവലും എന്നാൽ നീറ്റിന്റെ പ്രീവിയസ് ഇയറിന്റെ ബേസിലുള്ള ചോദ്യങ്ങളും എപ്പോഴും ചെയ്യാൻ എക്യുപ്ഡ് ആയിരിക്കണം. അതിൽ സെറ്റ് ആയിരിക്കുക. ഓക്കെ, അപ്പൊ എപ്പോഴും ഞാനൊരു 10-20 ഹാർഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു, ഞാൻ സെറ്റാണെന്ന് പറയുമ്പോൾ അവിടെ കൺസെപ്ഷ്യലി എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊന്നും മനസ്സിനോടൊന്ന് ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഹാർഡ് ക്വസ്റ്റ്യൻ മാത്രമല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാൻ പഠിക്കണം. അടുത്തത് മറ്റൊരാളാണ്, വിച്ച് ഈസ് സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജ് അല്ലല്ല, ജെഇ മോഡൽ ഒന്നുമല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഗേജിന്റെ കേസാണ്. സ്ക്രൂ ഗേജിൽ നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, വിച്ച് ഈസ് പിച്ച് എന്ന് പറഞ്ഞ കാര്യം പഠിക്കുന്നുണ്ട്. എന്താണ് സ്ക്രൂ ഗേജിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ? ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ മെയിൻ സ്കെയിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് ശരിക്കും പിച്ച് എന്ന് പറയുന്നത്. നീറ്റ് ശരിക്കും 2013 മുതലുള്ള PYQs ചെയ്യുക. 13, 16, 17, 18, 19, 20, 21, 22, 23 9 വർഷത്തെ PYQs ചെയ്യുക. NCERT സോൾഡ് എക്സാമ്പിൾസ് ചെയ്യുക. സമയം കിട്ടുവാണെങ്കിൽ എക്സസൈസ് ചെയ്യുക. ക്ലാസ്സിൽ ചെയ്യിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യുക. കൂടെ പറ്റുമെങ്കിൽ ഈ നമ്മുടെ റിവിഷൻ ക്ലാസ്സിലൊക്കെ ഉള്ള പോലെ ജെഇ മെയിൻസിനെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. അല്ലാണ്ട് ഒരുപാട് പോയി ഒരു 5-6 മെറ്റീരിയലുകൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നും ശരിക്കും എന്തിലില്ല, നീട്ടിനില്ല. അപ്പൊ ആ കാര്യം ഒരിക്കലും എന്ത് ചെയ്ത് മറക്കരുത്. സോ പിച്ച് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് സ്ക്രൂ ഗേജിന്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ് ശരിക്കും പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ ആണല്ലേ. ലീസ്റ്റ് കൗണ്ടിൽ 14, 15 നീറ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് 14 കേരള PMD APMD ആയിരുന്നു, 15 ഇല്ല. പിന്നെ 16 തൊട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. 16 2 ഫേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പിച്ച് ബൈ നമ്പർ ഓഫ്
യെസ്, ഇനി പഠിച്ചാൽ കിട്ടും, ഇനി പഠിച്ചാലും കിട്ടും, കാരണം ഇനി സമയമുണ്ട്. പക്ഷെ റിവിഷൻ സ്ട്രാറ്റജി പ്രോപ്പർ ആക്കണം, റിവിഷൻ അടിപൊളിയായിട്ട് നടത്തണം. അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. ലീസ്റ്റ് കൗണ്ട് കഴിഞ്ഞ് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ടോട്ടൽ റീഡിംഗ് ആണ്. സ്ക്രൂ ഗേജിന് ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിലിൽ റീഡിംഗ് പ്ലസ് സർക്കുലാർ സ്കെയിലിൽ റീഡിംഗ് ആണ്. പിച്ച് സ്കെയിൽ റീഡിംഗ് അവർ ക്വസ്റ്റ്യനിൽ തരും. സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അത് നോക്കിയാൽ മതി. സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ ആണ്. എന്താണോ നമ്മൾ വെർണിയറിൽ പഠിച്ചത് അതേ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ MSR ആണെങ്കിൽ ഇവിടെ PSR ആയിരിക്കും, അവിടെ VSD ആണെങ്കിൽ ഇവിടെ CSD ആയിരിക്കും. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. യെസ്, ഇടാം ഗോപിക, ഉറപ്പായിട്ടും. ഈ ചോദ്യം ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ, ഇഫ് ദ സ്ക്രൂ ഓൺ എ സ്ക്രൂ ഗേജ് ഈസ് ഗിവൺ 6 റൊട്ടേഷൻ, 6 റൊട്ടേഷൻ കൊടുത്തപ്പോൾ അത് 3 mm മൂവ് ചെയ്തു. എന്റെ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനല്ല, പിച്ച് കണ്ടുപിടിക്കാനാണ്. ഇതിന്റെ പിച്ച് ഒന്ന് വേഗം കണ്ടുപിടിച്ച് പറയാമോ? വാട്ട് ഈസ് ദ പിച്ച്? ഇവിടുത്തെ പിച്ച് എത്രയാണെന്ന് പറയാമോ? 6 റൊട്ടേഷന് 3 mm ആണെങ്കിൽ പിച്ച് എത്രയാണെന്ന് ആലോചിച്ച് പറയുക. എപ്പോഴും മനസ്സിലാക്കണം, ഒരു റൊട്ടേഷന്റെ വാല്യൂ ആണ് ശരിക്കും പിച്ച് എന്ന് പറയുന്നത്. 6 റൊട്ടേഷന് 3 mm ആണെങ്കിൽ ഒരു റൊട്ടേഷന് 3/6 mm ആണ്, 1/2 mm ആണ്, 0.5 ആണല്ലേ. 0.5 mm ആണ് ശരിക്കും. അല്ല, പക്ഷെ നീറ്റ് 2016 ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 0 എറർ. നമ്മൾ 0 എററിന്റെ ഒരു വീഡിയോ നമ്മൾ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. 0 എററിന് അധികം അഡീഷണൽ ആവശ്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ 0 എറർ സൈലം നടിച്ചു കൊടുത്താൽ 0 എററിന്റെ ഒരു പക്ക ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കിട്ടും, അത് നോക്കിയാൽ മതിയോ. യെസ്, പിച്ച് എന്ന് പറഞ്ഞാൽ 0.5 mm ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫ് there are 650 ഡിവിഷൻസ് ഓൺ ദ സ്കെയിൽ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ സ്ക്രൂ ഗേജ് ആണ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പിച്ച് ഡിവൈഡഡ് ബൈ സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസിന്റെ എണ്ണമാണ്. 0.5 mm ഡിവൈഡഡ് ബൈ 50 എന്നാണ് ഉത്തരം. എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ 50. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? 0.5 ഞാൻ 5 × 10⁻⁻1 mm എന്ന് എഴുതി, ബൈ 50 എന്ന് എഴുതി, 5 വെട്ടിപ്പോയി, which is equal to 10⁻⁻2 mm, which is equal to 0.01 mm എന്ന് കിട്ടി. 0.01 mm ഓപ്ഷനിൽ ഇല്ല. അപ്പൊ ഞാൻ ഇതിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടി ഒരു 10⁻⁻1 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻⁻1 വേണം ചെയ്യാൻ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ എ എന്നാണ്. അത് ഈ ഒരു ഓർഡർ നോക്കിയാൽ മതി ഇർഫാൻ. ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എങ്ങനെയാ എടുക്കേണ്ടതെന്നുള്ളത്. അത് ഫുള്ള് JE പ്രീവിയസ് ആണ്, 0 എററിന്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക, 0 എറർ സൈലം എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു സാറ് 0 എറർ പഠിപ്പിച്ച വീഡിയോ കാണാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, യെസ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ ശരി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? അസേർഷൻ റീസൺ ചോദ്യം. ഇതൊക്കെ നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ്. നീറ്റിന് ചോദിക്കുന്ന ബേസിൽ അല്ലെങ്കിൽ നീറ്റിന്റെ ലെവൽ, ഡിഫിക്കൽട്ടി ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സുകളിൽ ചെയ്തതെല്ലാം. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. യെസ്, അതെ. അപ്പൊ അസേർഷൻ റീസൺ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അസേർഷൻ റീസൺ പറയുന്നത്, അസേർഷനിൽ ഇഫ് ഇൻ 5 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ സർക്കുലാർ സ്കെയിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ മെയിൻ സ്കെയിൽ ഓഫ് ദ സ്ക്രൂ ഗേജ് ഈസ് 5 mm. 5 കംപ്ലീറ്റ് റൊട്ടേഷനിൽ 5 mm ട്രാവൽ ചെയ്താൽ എല്ലാവരും പിച്ച് എത്രയാണെന്ന് ആദ്യമേ എന്ന് പറഞ്ഞേ. എല്ലാവരും പിച്ച് എത്രയാണ് എന്ന് ആദ്യം പറയുക. അതെ എന്നു നിയമമുള്ള ഏതോ ഒരു സാധനം എനിക്കറിയാൻ പാടില്ല. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. സോ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ 5/5 ആണ്. 5/5 എന്ന് പറഞ്ഞാൽ 1 mm ആണ്. സോ പിച്ച് ഈസ് ആക്ച്വലി 1 mm. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ പിച്ച് ഡിവൈഡഡ് ബൈ സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസിന്റെ എണ്ണമാണ്. പിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്? പിച്ച് 1 mm ആണ്. സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 50 ആണ്. 1/50 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 0.001 സെന്റിമീറ്റർ വരത്തില്ല. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 0.002 വരത്തുള്ളൂ, ഇത് വരത്തില്ല ഒരിക്കലും. 1/50 എന്ന് പറഞ്ഞാൽ ശരിക്കും 0.02 mm എന്ന് വരും, അല്ലെങ്കിൽ 0.002 സെന്റിമീറ്റർ എന്നാണ് വരിക. സോ ദിസ് ഈസ് ആക്ച്വലി റോങ്. അസേർഷൻ തെറ്റാണ്. റീസൺ പറയുന്നത് ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു പിച്ച് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ എന്നാണ്. അത് ശരിയാണ്. പിച്ച് ബൈ സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസിന്റെ എണ്ണമാണ്. ഈ ക്വസ്റ്റ്യൻസ് GABക്ക് ചോദിക്കുക, അതറിയില്ല. GAB ഇട്ട സാറിന് അറിയാം, ഞാനല്ല GAB ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങാനും ചോദിച്ചാൽ ബിരിയാണി കിട്ടിയില്ലേ?
മതി മെറ്റീരിയൽ ഗൈഡ് നോക്കുന്നതിനും പ്രശ്നമില്ല. സോ എ ഈസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ അല്ലേ? യെസ്. ഇനി മാരത്തോൺ ലൈവ് ഉണ്ട്. ഇതിലല്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാരത്തോൺ ലൈവിലും കൂടി ഡിസ്കസ് ചെയ്യാം. സിഗ്നിഫിഷ്യൻ ഫിഗേഴ്സും പിന്നെ 2-3 കാര്യങ്ങൾ ചോദിച്ചിരുന്നു, നമുക്ക് മാരത്തോൺ ലൈവിൽ ഒന്ന് പഠിക്കാം. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാത്തത് നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടെ മാരത്തോൺ ലൈവിൽ അങ്ങനെ മൊത്തത്തിലാക്കിയിട്ട് 1 ഷോട്ട് സീരീസ് കണ്ട് GIBക്ക് തന്നെ പോവുക. ഇനി വരാനുള്ളത് ശ്രുതി മാം ആണ്. ശ്രുതി മാം ബയോളജി ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ യെസ് ഓക്കെ എവിടെയോ കണ്ട പോലെ. ശരി. അപ്പൊ എന്തായാലും ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം മാം വരും ഉടനെ എന്നല്ല ഇപ്പൊ തന്നെ വരും. ഇവിടെ തന്നെ ഇരിക്കണം. മാം വരുന്നവരെ ഞാൻ നമ്മളൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാണ് എല്ലാവർക്കും. മാം ഇപ്പൊ വരും. ഐ എം കോളിംഗ് മാം. എന്ത് ചെയ്യാം മാം? ശ്രുതി മാം മാമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. യെസ്, താങ്ക് യു. ധീരയ്ക്ക് വരണം. ധീരയ്ക്ക് വരും. യെസ്, ധീരയ്ക്ക് വരും. എടുക്കുന്നില്ല ഗൈസ്. ആപ്പ് ലൈവ് വരുവാടാ. യെസ്, പോലെ എടുക്കുന്നില്ല ഗൈസ്. യെസ്, ഫിനിക്സി വരും. ഫിനിക്സി ഞാൻ വന്നിരുന്നു. തിരിക്കും വരും. യെസ്. ഓക്കെ, സുഖാടാ. സുഖം. ശക്തിമാൻ. ഗൈസ്. അയ്യോ, ടീച്ചേഴ്സ് ഡേ ആണോ? ഓക്കെ. യെസ്, അങ്ങനെ ശ്രുതി മാം എത്തിയിരിക്കുകയാണ് ഗൈസ്. ശ്രുതി മാം ഇവിടെ വന്നിട്ട് വാതിൽ ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കിയിട്ട് പോയി. അപ്പോഴും ഞാൻ ഇവിടെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മാമിന് വേണ്ടി വെയിറ്റിംഗിലാണ്. വളർത്തുന്നതര രസം. ഓക്കെ, യെസ്. അങ്ങനെ ശ്രുതി മാം എത്തിയിരിക്കുകയാണ് ഗൈസ്. ശ്രുതി മാം ഇസ് ഹിയർ. ഓക്കെ, ശ്രുതി മാം ഇവിടെ നിന്ന് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. യെസ്, ഓക്കെ. വരൂ ശ്രുതി മാം. ഓക്കെ. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ, എന്തൊക്കെ ചോദിക്കൂ, സംസാരിക്കൂ. ഓക്കെ. വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണല്ലേ? ഓക്കെ. എനിക്ക് പഠിപ്പിക്കാനല്ലേ അറിയത്തുള്ളൂ, എനിക്ക് അത് വരുന്നില്ലല്ലോ. ശരി. Yes, thank you, ma'am. Answer. Can you please go out? Future doctors. Good evening, future doctors. Thank you, answer. Correct time il thanne 2 minute മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി തന്നതിന് വളരെ നന്ദി. Good evening, future doctors. Good evening. Lipstick ഇടാൻ പോയതാണ്. ആടാ ലിപ്സ്റ്റിക് ഇടാൻ പോയത്? നീരജ, what is this? Good evening, future doctors. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുണ്ടല്ലോ, എനിക്കറിയാം, മറ്റേ നിങ്ങളുടെ JB സാറാണ് ഇങ്ങനെയുള്ള അപവാദങ്ങളൊക്കെ എന്നെ പറ്റി പറഞ്ഞ് പരത്തി ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത് അല്ലേ? അതായത് അനാവശ്യമായ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, 24 മണിക്കൂർ ഞാൻ ടച്ചപ്പ് ഇട്ടുകൊണ്ടിരിക്കുമെന്നല്ല. ഓക്കെ. And also, there is nothing wrong in dressing up, in wearing what you want or dressing up the way you want. Okay, നിങ്ങൾ നല്ലപോലെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അതിലിപ്പോ ഒരാളെ കളിയാക്കാനായിട്ടൊന്നും ഇല്ല, മനസ്സിലായോ? നല്ലപോലെ ഒരുക്കി നടക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങളിങ്ങനെ പിന്നെന്താണ് ഞാൻ ഫുൾ ടൈം എനിക്ക് ഇഷ്ടമുള്ളതൊന്നും ഇടാണ്ട് ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് നടക്കണോ? Isn't it? So it's okay to be the way you want. Okay, dress up the way you want. There's nothing wrong. Yes, future doctors. JB ഉണ്ടല്ലോ, അവൻ തെങ്ങി കയറാൻ പോയതാ. അവന് ഇടയ്ക്ക് തെങ്ങയാറ്റുണ്ട്. ഓക്കെ, സോ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ GIBക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എങ്ങനെയുണ്ട് പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നോ? പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നില്ലേ ക്ലിയർ ആയിട്ട്? ഞാൻ എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? യെസ്, നാച്ചുറൽ ബ്യൂട്ടിയോ? താങ്ക് യു. യെസ്, യു ലുക്ക് ഗോർജസ്. ഇനി അതും പറഞ്ഞിട്ട് എന്നെ ഇതാക്കണ്ട. എല്ലാവർക്കും ഭയങ്കര തമാശയാണല്ലോടാ. എന്താണ് എത്ര തമാശ?
ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ GIBക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെ, നമ്മുടെ NEET 2024 അടിപൊളി റാങ്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ അല്ലെ. അപ്പം കുറെ മക്കളൊക്കെ എന്താണ് അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. കുറെ പേരൊക്കെ ഇനിയും പ്രിപ്പറേഷൻ റെഡി ആയിട്ട് എന്നുള്ള ടെൻഷനിലാണ് കുറെ പേരൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം, ഒന്നും വിഷമിക്കേണ്ട. കോൺസെൻട്രേഷന്റെ പ്രശ്നമുള്ളവരുണ്ട് അല്ലെ, ഫോക്കസിന്റെ പ്രശ്നമുള്ളവരുണ്ട്, എല്ലാം എനിക്ക് അറിയാം. ഒന്നും വിഷമിക്കേണ്ട, പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോട്ടെ. എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ പോവുക. ഇനി ഒട്ടും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്ക് കുറവാണ്, മോക്ക് ടെസ്റ്റിലൊന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല തോന്നുകയാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ട്രസ്റ്റ് മൈ വേർഡ്സ്, ഇനിയും സമയമുണ്ട്. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഓക്കെ, ഇനി അങ്ങോട്ടാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. പക്ഷേ ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. നിങ്ങളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന, നിങ്ങളെ ഒരുപാട് ഡിസ്കറേജ് ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ടാകും. അപ്പം അവരെ ഒക്കെ പ്രൂവ് ദം റോങ്. മാം സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന എല്ലാവരും കണ്ടില്ലേ? മക്കൾ എല്ലാവരും കണ്ടില്ലേ ഞാൻ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത്? പ്ലീസ് പ്രൂവ് ദം റോങ് ബിക്കോസ് യു നീഡ് ടു ജസ്റ്റ് ഇഗ്നോർ ദം ഓൾ. ഈ ഒരു സമയത്തേക്ക് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയും നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ എന്താ പറയാ, ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവാം. നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ഓക്കെ, നമ്മുടെ ഫേവറേറ്റ് കോളേജിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുമ്പോൾ വി വിൽ പ്രൂവ് ദം റോങ്. നമ്മളെ ഇൻസൾട്ട് ചെയ്തതും നമ്മളെ അപമാനിച്ചതും ഒക്കെ തെറ്റായി പോയി, വേണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പിക്കാം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാം സെറ്റാണ്. കെൻ ഐ സീ ദ ചാറ്റ് പ്ലീസ്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നില്ലേ? Can I see the chat please? Yes everybody? Okay, thank you. സ്റ്റക്ക് അല്ലടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പം പ്രൂവ് ദം റോങ് വിത്ത് യുവർ റിസൾട്ട്സ്, വിത്ത് യുവർ ഹാർഡ് വർക്ക്. ഓക്കെ, നമ്മളെ അപമാനിക്കുന്നവരെയും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെയും ഇഗ്നോർ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ലെറ്റ്സ് പ്രൂവ് ദം റോങ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഉറങ്ങാണ്ടിരിക്കുക എല്ലാരും. ഓക്കെ, ടാബിൽ ക്ലാസ് വരുന്നില്ലല്ലോ? വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആപ്പിലുള്ള മക്കൾക്ക് ക്ലാസ് കിട്ടുന്നില്ലേ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. GIBയിലാവട്ടെ നമ്മുടെ നീറ്റിലാവട്ടെ നമുക്ക് അടിപൊളിയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. കറക്റ്റ്, യെസ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മളിവിടെ പഠിക്കേണ്ട. ഫുൾ ഓൺ പവർ എവിടെ? മിഥീഹ മാത്രമേ ഫുൾ ഓൺ പവർ കാണിക്കുന്നുള്ളൂ. എല്ലാരും കാണിച്ചേ. നമ്മുടെ ചാറ്റ് ബോക്സ് മൊത്തത്തിൽ ഹാർട്ടും സ്മൈലീസും ഒക്കെ കൊണ്ട് നിറയട്ടെ, ഫയറും. യെസ്, ധീരക്കാരൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാ പ്രാവശ്യം ഞാൻ അറ്റൻഡൻസ് ഇടാൻ പറയില്ലേ? ധീരക്കാര് വരട്ടെ. യെസ്, ഫിനിക്സ് എത്ര പേരുണ്ടെന്ന് പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, നോക്കട്ടെ. ധീര, ഫിനിക്സ്, യെസ്. കിങ്സ് 11, സൂപ്പർ കിങ്സ്, എത്ര മക്കൾ കാണുന്നുണ്ട്? എല്ലാ ബാച്ചും വരട്ടെ. വീര എത്ര പേരുണ്ട് നോക്കട്ടെ. വെരി ഗുഡ്, മക്കൾ എല്ലാവരും ഉണ്ട്. എക്സലന്റ്. അപ്പൊ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞ് പ്ലാൻ കിങ്ഡം. എത്ര പേര് അവസാനം വരെ എന്റെ കൂടെ നിൽക്കും? എത്ര മക്കള് ലാസ്റ്റ് വരെ എന്റെ കൂടെ നിൽക്കും? എത്ര മക്കള് നമ്മുടെ ഇന്നത്തെ ലൈവ് തീരുന്നത് വരെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ചാപ്റ്റർ റിവൈസ് ചെയ്യാനും എന്റെ കൂടെ ഉണ്ടാകും? വേഗം പറഞ്ഞേ, എത്ര പേരുണ്ടാവും? വേഗം പ്രോമിസ് മീ. അതായത് വെരി ഗുഡ്. ഫീനിക്സുകാര്, ധീര 2.0 ഒക്കെ കുറെ പേരുണ്ട് അല്ലെ? എക്സലന്റ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ കുട്ടികളും ഉണ്ടോ? എത്ര പേരുണ്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ മക്കൾ? എത്ര പേരുണ്ട് നോക്കട്ടെ. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ മക്കൾ എത്ര പേരുണ്ട്? ലെറ്റ് മീ സീ. യെസ്, ഹൗ മെനി ഓഫ് യു ആർ ഫ്രം ദ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്? ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ളവരും ഉണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ, ഞാൻ ഒട്ടും ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കേട്ടോ, നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട്. അപ്പൊ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ കിങ്ഡംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇതിൽ പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ലിവിങ് ഓർഗാനിസത്തിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. 2 കിങ്ഡം ഉണ്ടായിരുന്നു, 3 കിങ്ഡം ഉണ്ടായിരുന്നു, 4 കിങ്ഡം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് പറഞ്ഞു തന്നത് R.H. വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. R.H. വിറ്റാക്കർ ഇൻ ദ ഇയർ, ഏത് ഇയർ ആണ്? വിച്ച് ഇയർ? ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാം അല്ലെ നമുക്ക്. ഇയർ ഏത് ഇയറിലാണ് R.H. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് പറഞ്ഞത്? ആരാണ് ചാറ്റ് ബോക്സിൽ ഫസ്റ്റ് ഇയർ പറയുന്നത്? മാം നോക്കട്ടെ, ഫസ്റ്റ് ഇയർ പറയുന്ന ആരാണ് നോക്കട്ടെ. യെസ്,
ഫംഗി എൻഡോ എക്സോസ്പോർസ് പറഞ്ഞുതരോ? തിരിഞ്ഞു പോന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇർഫാൻ വെരി ഗുഡ്. 1969. മിദിഹ ലിഖിന യെസ് വെരി ഗുഡ് 1969 1969 അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ 5 കിങ്ഡത്തിൽ നമ്മൾ ലിവിംഗ് ഓർഗാനിസത്തിലെ 5 കിങ്ഡത്തിലായിട്ടാണ് തിരിക്കുന്നത്. മൊനേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. മൊനേറയിലെ എല്ലാവരും പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്സ് എല്ലാ മെമ്പേഴ്സും പ്രോകാരിയോട്സ് ആയിട്ടുള്ള ഒരേ ഒരു കിങ്ഡമേ ഉള്ളൂ, അതാണ് കിങ്ഡം മൊനേറ. യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ് ആണ് എല്ലാവരും. അതിൽ നമുക്കുള്ള മെമ്പേഴ്സ് ആണ് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ. ഇസ്ന്റ് ഇറ്റ്? എക്സ്ട്രീമോഫൈൽസ് ആയിട്ടുള്ള ആർക്കി ബാക്ടീരിയ, മെഥനോജെൻസ് ഉണ്ട് അല്ലെ, ഹാലോഫൈൽസ് ഉണ്ട്, തെർമോഫൈൽസ് ഉണ്ട്, അവരൊക്കെ ഇതിലാണ് വരിക. പ്രോട്ടിസ്റ്റൻസ് യൂണിസെല്ലുലാർ ആണ്, പക്ഷെ അവരെല്ലാവരും യൂകാരിയോട്സ് ആണ്. ക്രിസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേസ്, യൂഗ്ലിനോയിഡ്സ്, പ്രോട്ടോസോവൻ, സ്ലൈം മോൾസ് അവരൊക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ്. കിങ്ഡം ഫഞ്ചൈലോ യൂണിസെല്ലുലാർ ആൻഡ് ഒരൊറ്റ ആളെ യൂണിസെല്ലുലാർ ഫഞ്ചൈ ഉള്ളൂ, അത് ആരാണ്? നമ്മളുടെ ഈസ്റ്റ്. ഇസ്ന്റ് ഇറ്റ്? ഈസ്റ്റ് ആണ് നമ്മുടെ യൂണിസെല്ലുലാർ ഫഞ്ചൈ. ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് ആണ്. സോ അതിൽ ആരൊക്കെയുണ്ട്? ആസ്കോമൈസിറ്റിസ്, ബാസിഡിയോമൈസിറ്റിസ്, ഫൈക്കോമൈസിറ്റിസ്, ഡ്യൂട്ടീരിയോമൈസിറ്റിസ് എല്ലാവരും മെമ്പേഴ്സ് ആണ്. ആൻഡ് പ്ലാന്റയിലെ മെമ്പേഴ്സോ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് ആണ് അല്ലെ. എല്ലാവരും ഓട്ടോട്രോപ്സ് ഉള്ള, ഓൾ ഓർഗാനിസംസ് ഓട്ടോട്രോപ്സ് ഉള്ള ഒരു കിങ്ഡം കൂടിയാണ് നമ്മുടെ പ്ലാന്റേ. അതിൽ നമ്മുടെ ആൽഗെ ഉണ്ട്, ബ്രയോഫൈറ്റ്സ് ഉണ്ട്, ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? ആൻഡ് ആൻജിയോസ്പേംസും ജിംനോസ്പേംസും ഉണ്ട്. കിങ്ഡം ആനിമേലിയ മെമ്പേഴ്സ് ആണ് മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ്. ഇസ്ന്റ് ഇറ്റ്? എല്ലാവരും ഹെട്രോട്രോഫിക്കും കൂടിയാണ്. ആനിമേലിയയിലെ എല്ലാവരും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ളവരാണ്. കറക്റ്റ്. പ്ലാന്റയിലെ എല്ലാവരുമോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ളവരാണ്. ഫംഗസിൽ എല്ലാവരും, ഫംഗസിന് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. ഇസ്ന്റ് ഇറ്റ്? എല്ലാ ഫംഗസും ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ളവരാണ്. പ്രോട്ടീൻസ്റ്റൻസിൽ രണ്ടും ഉണ്ട് അല്ലെ, ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ളവരുമുണ്ട്. മൊണേറൻസിലെ എല്ലാവരും ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ളവരുണ്ട്. അതായത് ബാക്ടീരിയയ്ക്ക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്, അവർക്ക് സ്വയമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഹെറ്ററോട്രോഫ്സ് ആയിട്ട്, സാപ്രോഫൈറ്റ്സ് ഒക്കെ ആയിട്ട് ബാക്കി ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ട് അങ്ങനെയും അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് അവരുടെ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യാനും വേണ്ടി പറ്റും. ഇസ്ന്റ് ഇറ്റ്? കറക്റ്റ്. ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ളവരുണ്ട്. എവിടെയുണ്ട്? ആനിമേലിയയിൽ അല്ലെ. ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ള ഓർഗാനിസംസ് ഉള്ളത് കിങ്ഡം ആനിമേലിയയിലുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ അതൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മളിവിടെ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിലേക്കും പോകുന്നില്ല. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എക്സെപ്ഷൻസ് ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. എക്സെപ്ഷൻസ്, 5 കിങ്ഡത്തിന്റെ എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്? വൈറസസ്, അതായത് ഈ 5 കിങ്ഡത്തിൽ പെടാത്താൻ പറ്റാത്ത കുറച്ച് എ സെല്ലുലാർ ഏജൻസ് ഉണ്ട്. വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. കറക്റ്റ്? യെസ്. ഓരോരുത്തരുടെയും ഇൻവെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സയന്റിസ്റ്റുകളുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. വൈറസസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. DNA ഓർ RNA ആയിരിക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. ഒരിക്കലും വൈറസിൽ DNAയും RNAയും ഒരുമിച്ച് വരില്ല. DNA ഓർ RNA ആയിരിക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. പ്ലസ് അവർക്ക് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട് അല്ലെ. അതിന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ ക്യാപ്സിഡ് എന്നാണ് പറയുക. വൈറോയിഡ്സ് ആണെങ്കിലോ ജസ്റ്റ് RNA മാത്രം, ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. പ്രയോൺസിലോ അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ലൈക്കണോ, ലൈക്കൻ എന്ന് പറയുന്നത് എന്താണ്? സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ between ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്കോബയോണ്ട്. ഫൈക്കോബയോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഫൈക്കോബയോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൽഗൽ പാർട്ട്ണർ ആണ് അല്ലെ. ആൽഗയും ഫംഗസും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണത് അല്ലെ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈക്കൻ. ഇസ്ന്റ് ഇറ്റ്? മൈക്കോബയോണ്ട് ആണ് ആര്? നമ്മുടെ ഫംഗസ്. അപ്പം ഒട്ടും തന്നെ ഡീറ്റെയിൽസിൽ ഞാൻ ഒന്നും ചാപ്റ്റർ പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ചാപ്റ്ററിന്റെ ഓവറോൾ ഒരു ഐഡിയ തന്നേ ഉള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല വെയിറ്റേജ് ഒക്കെ ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ചാപ്റ്ററിന്റെ ഔട്ട്ലൈൻ മാം പറഞ്ഞു. ഇനി മക്കൾ എല്ലാവരും ഐ യു റെഡി ഫോർ ക്വസ്റ്റ്യൻസ്? വിച്ച് ഡോക്ടേഴ്സ് എല്ലാരും പറഞ്ഞേ ഐ യു റെഡി ഫോർ ക്വസ്റ്റ്യൻസ്? വേഗം പറ. യെസ്, എനിക്കറിയാം ഇത് ദിവസത്തിന്റെ അവസാനമായി. അപ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടാകും. ഉറങ്ങേണ്ട സമയമല്ല, ഇപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് പഠിക്കേണ്ട സമയമാണ്. യെസ്, കറക്റ്റ്. ഓക്കെ,
Who made the earliest attempt? ആദ്യം തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. Who made the earliest attempt to more scientific basis for classification? ലിവിങ് ഓർഗാനിസത്തിനെ ഒരു സയന്റിഫിക് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? RS വിറ്റാക്കർ ആണോ, ലിനേയസ് ആണോ, അരിസ്റ്റോട്ടിൽ ആണോ, ബെൻഥം ആൻഡ് ഹൂക്കർ ആണോ? ഒരു സയന്റിഫിക് ബേസിസ് നമുക്ക് തന്നത് ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ ആണ് അല്ലെ. ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ്, അതായത് പ്ലാന്റ്സിനെ ആൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഹെർബ്സ്, ഷർബ്സ് ആൻഡ് ട്രീസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെയോ അതായത് ഒരു ബ്ലഡിന്റെ കളർ വെച്ചിട്ട് അല്ലെ, അനിമ അല്ലെങ്കിൽ എനിമ അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തത് ആരാണ്? നമ്മുടെ അരിസ്റ്റോട്ടിൽ ആണ്. ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രപ്പോസ്ഡ് ബൈ ലിനേയസ് വാസ് ഡാഷ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ലിനേയസ് പ്രപ്പോസ് ചെയ്ത സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? കെറോളസ് ലിനേയസ് പ്രപ്പോസ് ചെയ്ത സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ലിവിംഗ് ഓർഗാനിസത്തിനെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റം. isn't it? ഓപ്ഷൻ എ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. വെരി ഗുഡ്. ഓൾ ദ ലിവിംഗ് ഓർഗാനിസത്തിനെ എടുത്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്ലാന്റ്സും ആനിമൽസും. പക്ഷെ അതും ആക്സെപ്റ്റഡ് അല്ലായിരുന്നു അല്ലെ. ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ് നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്? RH വിറ്റാക്കർ. isn't it? വെരി ഗുഡ്. The heterotrophic eukaryotic and multicellular organisms without cell wall is included in the kingdom. Heterotrophic ആയിട്ടുള്ള eukaryotic ആയിട്ടുള്ള multicellular organism with holozoic nutrition എവിടെയാണുള്ളത്? സെൽ വാൾസ് ഇല്ലാത്ത സെൽസ്. യൂകാരിയോട്ടിക് സെൽസ് ആണ്, പക്ഷെ സെൽ വാൾസ് ഇല്ല. ആനിമൽ സെല്ലിന്റെ പ്രത്യേകതയാണല്ലേ. അപ്പം ഓപ്ഷൻ ഡി കിങ്ഡം ആനിമേലിയയിലാണ് നമുക്ക് അവരെ കാണാൻ പറ്റുക. ഓൾ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ബിലോങ് ടു. എല്ലാവരും യൂകാരിയോട്സ് ആണ്, പക്ഷെ എല്ലാവരും യൂണിസെല്ലുലാർ ആണ്. ഏതിലാണ് പറഞ്ഞേ? കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ അല്ലേ മെമ്പേഴ്സ് കാണുക? എല്ലാവരും, എല്ലാ പ്രോട്ടിസ്റ്റൻസും യൂകാരിയോട്ടിക് ആണ് ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ. isn't it? ക്രിസോഫൈസ്, റൈനോഫ്ലാജലേറ്റ്സ് ആയിക്കോട്ടെ, സ്ലൈമോൾസ് ആയിക്കോട്ടെ, isn't it? all the members. assertion recent type question. 2 kingdom classification was insufficient. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്തേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. 2 kingdom classification was insufficient. അപ്പം ഈ സെഷൻസ് നമ്മൾ ചെയ്യുന്ന ഈ 1 ഷോട്ട് സീരീസ് മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ മക്കൾക്ക് ഈ സെഷൻസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ. റീസൺ: മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് fall into either of the categories in the 2 kingdom classification. Option A, if assertion and reason are true അല്ലെ, and reason is the correct explanation of the assertion. isn't it future doctors? എല്ലാരും പറഞ്ഞേ reason is the correct explanation of the assertion. ആരൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് നടന്ന് പറയുന്ന ആരാ നോക്കട്ടെ. സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനേറ. മൊനേറയിലെ സോൾ മെമ്പേഴ്സ് ആരൊക്കെയാണ്? മൊനേറയിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംജൈ, ബ്ലൂ ഗ്രീൻ ആൽഗെ, യു ബാക്ടീരിയ. ഹു ഇസ് ദ സോൾ മെമ്പർ ഓഫ് കിങ്ഡം മൊനേറ? വേഗം പറഞ്ഞേ. യെസ്, എക്സലന്റ്, ബാക്ടീരിയ ആണ് അല്ലെ. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനേറ ആർ പ്രോകാരിയോട്സ് ആണ്. കറക്റ്റ്, പ്രോകാരിയോട്സ് ആണ്. ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം, സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ്. അതുപോലെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ പാത്തോജനിക് ആവാം, നോൺ പാത്തോജനിക് ആവാം അല്ലെ. അവർക്ക് ഓട്ടോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക് ആവാം, കീമോസിന്തറ്റിക് ആവാം, അല്ലെങ്കിൽ ഇനി ഹെറ്ററോട്രോഫ്സ് ആയിട്ടുള്ളവരും ഉണ്ട്, ആസിൻ സാപ്രോഫൈറ്റ്സ് ആയിട്ടുള്ളവരും ഉണ്ട്. കറക്റ്റ്, ഡീകമ്പോസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരുണ്ട്. ഡാഷ് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിലെ ഏറ്റവും കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണ്? വാട്ട് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് reproduction? binary fission. One bacterial cell dividing into 2. correct. അതിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയർ ഡിവിഷൻ ആണ്, കാരിയോകൈനേസിസ്. പിന്നെ നടക്കുന്നത് സൈറ്റോകൈനേസിസ്. isn't it? correct. ബൈനറി ഫിഷന്റെ 2 ഭാഗമാണ്. ഓർഗാനിസംസ് ലിവിംഗ് ഇൻ സോൾട്ടി ഏരിയാസ് ആർ കോൾഡ്. എക്സ്ട്രീം സോൾട്ടി എൻവയോൺമെന്റ്സിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ പറയുന്ന പേര് ഹാലോഫൈൽസ്. isn't it? ഹാലോഫൈൽസ്. അതായത് ഈ ആർക്കി ബാക്ടീരിയയിലെ പല മെമ്പേഴ്സും എക്സ്ട്രീം സോൾട്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ, അസിഡിക് കണ്ടീഷൻസിലൊക്കെ ജീവിക്കാൻ പറ്റുന്നവരാണ്. അത് എന്തുകൊണ്ടാണ്? അവിടെ സെൽ വാളിന്റെ പ്രത്യേകത കൊണ്ടാണ് അല്ലെ. ആർക്കി ബാക്ടീരിയ സെൽ വാൾ വളരെ സ്പെഷ്യൽ ആണ്, അതുകൊണ്ടാണ് അവർക്കത് പറ്റുന്നത്. Archaebacteria are special since they live in some of the harshest habitats such as marshy areas, hot springs, extreme salty areas, all of the above. Just now ma'am പറഞ്ഞതല്ലേ ഉള്ളൂ. മെത്തനോജൻസ് ഒക്കെ ഇതിൽ പെടുന്നതാണല്ലേ. മാർഷി ഏരിയാസിലൊക്കെ അവരെ കാണാൻ പറ്റും. isn't it? all of the above. എന്തുകൊണ്ടാണ് നമ്മളുടെ എക്സ്ട്രീമോഫൈൽസ് എന്ന് പറയുന്നത്? അവർക്ക് ഏറ്റവും ഹാർഷസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. Which type of bacteria are responsible for the production of biogas? ഇതിൽ ആരാണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഥനോജനിക് ബാക്ടീരിയ. അവരെവിടെയിരിക്കുന്നത്? റുമിനന്റ് ആനിമലിന്റെ ഗട്ടിൽ, റുമിനന്റ് ആനിമൽസിന്റെ, പശുവിന്റെ ഒക്കെ വയറ്റിന്റെ ഉള്ളിലാണ് നമുക്ക് ഇവരെ കാണാൻ വേണ്ടി പറ്റുന്നത്. മെഥനോജനിക് ബാക്ടീരിയ. isn't
isn't it? Nostoc and Anabina can fix atmospheric nitrogen in specialized cells known as അനബീനയ്ക്കും നോസ്റ്റോക്കിനും അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട് അവർക്ക്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോസിസ്. നമുക്കറിയാം നോസ്റ്റോക്കും അനബീനയും ഒക്കെ നമ്മുടെ സൈനോ ബാക്ടീരിയയിൽ പെട്ടതാണ്, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ് അല്ലെ. അപ്പൊ അവരുടെ സെൽസിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ഇവരുടെ സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതിന് ചുറ്റിനും ഇവർക്കൊരു മ്യൂസിലേജിനസ് ഷീത്തും ഉണ്ട്, ഇസന്റ് ഇറ്റ്? ഇങ്ങനെ ഒരു ഷീത്ത് ഉണ്ടാകും, പക്ഷെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് അല്ലെ. ഈ ഹെട്രോസിസ്റ്റ് എന്തിനാണ് ഇവർ യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ചില എൻസൈംസ് ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. കറക്റ്റ്, നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനം കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ? ദേ ഹാവ് ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽസ് നോൺ ആസ് ദേ ആർ നോൺ ആസ് ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽസ് ആൻഡ് ക്യാൻ സർവൈവ് വിതൗട്ട് ഓക്സിജൻ. ആരാണ്? സെൽ വോൾ ഇല്ലാത്ത, കറക്റ്റ്, സെൽ വോൾ ഇല്ലാത്ത എന്നാൽ അത്യാവശ്യം അതിന്റെ ഉള്ളിലുള്ള ആവശ്യമുള്ള ജനറ്റിക് മെറ്റീരിയൽ ആവട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതായത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അവർക്ക് ചെറിയ ചെറിയ റൈബോസോംസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. സെൽ വോൾ ഇല്ല, പക്ഷെ അവർക്ക് ഓക്സിജൻ ഇല്ലാത്ത എൻവറോൺമെന്റിൽ താമസിക്കാൻ പറ്റും. മൈക്കോപ്ലാസ്മ ഇസന്റ് ഇറ്റ്? സ്മോളസ്റ്റ് സൈസ് ഉള്ള ഓർഗാനിസംസ് അല്ലെ, സ്മോളസ്റ്റ് സൈസ് ഉള്ള ഓർഗാനിസംസും കൂടിയാണ്. റെക്കഗ്നൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മാച്ച്. ബാക്ടീരിയയുടെ ഷേപ്പിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ബാക്ടീരിയയുടെ ഷേപ്പിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോ ബാസിലൈ, കൊക്കൈ, സ്പിരില്ല, വിബ്രിയോ, ഇതിൽ ഏതാണ് വിബ്രിയോ? ഇതിൽ ഏതാണ് ഫസ്റ്റ് വൺ? എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കാണാൻ പറ്റും സ്പൈറൽ ബാക്ടീരിയ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന് എന്താ പറയുക? സ്പിരില്ല. 1 എന്ന് പറയുന്നത് 3 ആണ്. ബി ഇസ് കൊക്കൈ, ബി ഇസ് 2, സി ഇസ് കോമ ഷേപ്ഡ് ബാക്ടീരിയ, അതിന് പറയുന്നത് വിബ്രിയോ, ആൻഡ് ഡി ഇസ് ബാസിലൈ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, ഇസന്റ് ഇറ്റ്? കറക്റ്റ്. അപ്പൊ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? എല്ലാരും പറഞ്ഞേ, വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. വെരി ഗുഡ് അശ്വിനി, ഫാത്തിമത്തുൽ, നസീറ, ദേവി, ഹരിപ്രിയ, ഹർഷ്, യെസ്, ഗൗരി കൃഷ്ണ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ്. എ ഇസ് 3, ബി ഇസ് 2, സി ഇസ് 4 ആൻഡ് ഡി ഇസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ എൻവറോൺമെന്റിൽ വീഴുന്ന വേസ്റ്റ് മെറ്റീരിയലിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിനെ എന്താ പറയുക സോയിലിലേക്കുള്ള സൊല്യൂബിൾ കോമ്പണൻസ് ആയിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, ഇസന്റ് ഇറ്റ്? കീമോസിന്തറ്റിക് ഓട്ടോ, അതായത് അവര് എന്തിനെ യൂസ് ചെയ്യും? ചുറ്റുമുള്ള ഏത് സബ്സ്ട്രേറ്റ് ആണെങ്കിലും അവരതിനെ അവരുടെ എന്താ പറയുക ഇൻഓർഗാനിക് സബ്സ്റ്റൻസിനെ യൂസ് ചെയ്യും. ഓർ എന്തിനെ വേണമെങ്കിലും, അറ്റ്മോസ്ഫിയറിൽ വീഴുന്ന ഏത് വേസ്റ്റ് പ്രോഡക്റ്റിനെ വേണമെങ്കിലും അവര് റീസൈക്കിൾ ചെയ്യും, ഇസന്റ് ഇറ്റ്? കീമോസിന്തറ്റിക് ബാക്ടീരിയ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് യു ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ്. ഇതിൽ ഏതാണ് യു ബാക്ടീരിയനെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? They exhibit maximum metabolic diversity. അത് കറക്റ്റ് ആണ്. കറക്റ്റ്. Chemosynthetic autotrophic bacteria play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. അതും കറക്റ്റ് ആണ് അല്ലെ. ഡീകമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യും. Heterotrophic bacteria are the most abundant in nature. അതും ശരിയാണ്. Bacteria reproduce mainly by fission. Sometimes under favorable conditions they produce spores. Bacterial reproduction പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യും. എൻഡോസ്പോർസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ കണ്ടീഷൻസ് ഫേവറബിൾ ആവുമ്പോഴാണോ? അല്ല, ചുറ്റുമുള്ള എൻവറോൺമെന്റിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അല്ലെ. സോ അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് അവര് ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഇത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ഫിഗർ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. വെരി ഗുഡ്. ഗിവൺ ഫിഗർ ഇസ് എ ഫിലമെന്റസ് ബ്ലൂ ഗ്രീൻ ആൽഗ. ഇതൊക്കെ PYQs ആണ് അല്ലെ. മക്കൾ മുമ്പും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? എത്ര പേർക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു പരിചയം തോന്നുന്നുണ്ട്? യെസ്, ഞാൻ PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? പറഞ്ഞേ. ഗിവൺ ഫിഗർ ഈസ് ഓഫ് blue-green alga, nostoc. Identify the parts marked as A, B and select the correct option. നമ്മൾ ഇപ്പോൾ ചെയ്തതാണല്ലേ സൈനോബാക്ടീരിയനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസിസ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് മ്യൂസിലേജിനസ് ഷീത്ത് ആണ്, അവരുടെ ചുറ്റുമുള്ള പ്രൊട്ടക്റ്റീവ് ഷീത്ത് ആണ്. ഇറ്റ്സ് എ ഈസി ക്വസ്റ്റ്യൻ.
Next, mycoplasmas are pathogenic in animals and plants. Reason, mycoplasmas lack a cell wall and can survive without oxygen. അതാണോ correct answer? എന്താണ് correct answer? മക്കൾ എല്ലാവരും പറഞ്ഞേ. Yes, what is the correct answer? If both assertion and reason are true, but reason is not the correct explanation. രണ്ടും correct statements ആണല്ലേ? പ്രീത വിനോദ് പറയുന്നു, അമിന പറയുന്നു, ഫാത്തിമ, ഹരിപ്രിയ. ഗേൾസിന്റെ മാത്രമേ ആൻസർ ഞാൻ കാണുന്നുള്ളൂ. ബോയ്സ് ഒക്കെ എവിടെ പോയി? ചെക്കന്മാരൊക്കെ എവിടെ പോയി? ആരെയും കാണുന്നില്ലല്ലോ. യെസ്, ഗേൾസ് മാത്രം കിടന്ന് എല്ലാത്തിനും എല്ലാം കറക്റ്റ് ആണ് മാം, ആൻസറും ചെയ്യുന്നുണ്ട്, റെഗുലർ ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബോയ്സിന്റെ ഒന്നും റെസ്പോൺസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പറഞ്ഞേ, ഇഫ് ബോത്ത് അസേഷനും റീസണും രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് അല്ലേ? ഇസ്ന്റ് ഇറ്റ്? പക്ഷേ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേഷൻ. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, ബോയ്സിന്റെ പേര് എനിക്ക് മനസ്സിലാവാനാണ്. മഹിമാസ് ആർട്ട് ഗാലറി ഒക്കെ ബോയ്സ് ആണ്. അക്ഷയ് ഒക്കെ അവിടെ ഉണ്ട്. യെസ്, ബെനീറ്റ ബോൺസൺ പറയുന്നു, വാട്ട്സ് ദ എക്സ്പ്ലനേഷൻ? മൈക്കോപ്ലാസ്മാസ് പാത്തജനിക് ഏജന്റ്സ് ആണ്, അവർ മൊണേറയിലെ മെമ്പേഴ്സ് ആണ്. ബട്ട് ബിക്കോസ് മൈക്കോപ്ലാസ്മാസ് ലാക്ക് എ സെൽ വാൾ ആൻഡ് ക്യാൻ സർവൈവ് വിതൗട്ട് ഓക്സിജൻ. അതുകൊണ്ടാണോ അവര് ഡിസീസസ് കോസ് ചെയ്യുന്നത്? അതുകൊണ്ടായിരിക്കും അവർ പാത്തോജനിക് ആവുന്നത്? ദാറ്റ്സ് നോട്ട് ദ റീസൺ, റൈറ്റ്? യെസ്, സോ reason is not the correct explanation of the assertion. Correct? അവരെ പാത്തോജനിക് ആക്കുന്നത് ഈ ഫീച്ചേഴ്സ് അല്ല. Correct? Okay. Next question. Okay. Protists may be primarily dash in nature. Protistants are halophiles, aquatic, terrestrial, parasitic. Protistants ന്റെ പ്രത്യേകത എന്താ? യെസ്, വിസ്മയ. അതല്ലേടാ ഞാനിപ്പോ പറഞ്ഞത്. ഇത് എല്ലാം ചെയ്ത ഞാൻ ആരായി? ആദിത്യൻ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന കുട്ടിയാണ്. ബാക്കി ലൈവിലൊക്കെ വരുന്ന കുട്ടിയാണ്. ആദിത്യനെ കുറിച്ച് പുകഴ്ത്തിയേക്കാം. ഓക്കെ. Yes. Okay. Protists are primarily dash in nature. Halophiles, aquatic, terrestrial, parasitic. പറഞ്ഞേ. Yes. എല്ലാരും പറഞ്ഞേ. Yes. Okay. മാം റീസൺ പറയുമോ? ഓക്കെ, സോ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ, എനിക്ക് നിങ്ങളെ ചാറ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മൈക്കോപ്ലാസ്മ ശരിക്കും പാത്തോജനിക് ആണെന്ന് അല്ലെ? പ്രീവിയസ് ക്വസ്റ്റ്യനിൽ മൈക്കോപ്ലാസ്മസ് ലാക്ക് എ സെൽ വാൾ ആൻഡ് ക്യാൻ സർവൈവ് വിതൗട്ട് ഓക്സിജൻ, അതും കറക്റ്റ് ആണ്. മെജോറിറ്റി ഓഫ് ദം ആർ പാത്തോജനിക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സ്വയമായിട്ട് അവർക്ക് വളരാനുള്ള, അതായത് ഇവർക്ക് സ്വയമായിട്ട് കുറെ കാര്യങ്ങൾ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവില്ല. സെർട്ടൻ ഗ്രോത്ത് ഫാക്ടേഴ്സ്, അവർക്ക് മെറ്റബോളിസം നടത്താനുള്ള കുറെ കാര്യങ്ങൾ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കില്ല. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് റീസൺ മൈക്കോപ്ലാസ്മാസ് എപ്പോഴും മറ്റുള്ള സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർവൈവ് ചെയ്യുക. അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ അവർക്ക് സിന്തസൈസ് ചെയ്യാനുള്ള ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് ആകട്ടെ, ചില എൻസൈംസ് ആകട്ടെ, അതൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ള ഹോസ്റ്റ് സെല്ലിന്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ടാണ് ഇവർ പ്ലാന്റ്സിലും ആനിമൽസിലും വേറെ സെൽസിൽ പോയി സർവൈവ് ചെയ്യുന്നത്. സോ ദാറ്റ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ സിന്തസൈസ് ചെയ്ത് അവർക്ക് നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും, വിച്ച് ഓൾസോ മേക്സ് ദം പാത്തോജനിക്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. Protists are primarily dash in nature. വേഗം പറഞ്ഞ ക്വസ്റ്റ്യൻ. താനോസ് അക്ബറോ എന്താണ് കുട്ടിയുടെ പേര്? താനോസ് അക്ബർ. ഓക്കെ, Protists are primarily dash in nature. എന്താണ് പ്രോട്ടിസ്റ്റിന്റെ പ്രത്യേകത? ഹാലോഫൈൽസ്, അക്വാട്ടിക്, ടെറസ്ട്രിയൽ, പാരസൈറ്റിക്. യെസ്, അക്വാട്ടിക് ആണ് അല്ലെ? വെള്ളത്തിലാണ് ഇവരെ കൂടുതൽ കാണാൻ വേണ്ടി പറ്റുക. ഇൻ ദ 5 kingdom classification, Euglena is placed in. In the 5 kingdom classification, Euglena is placed in. Euglena എവിടെയാണ് കാണാൻ പറ്റുക? പ്ലാന്റേ, അനിമേലിയ, പ്രൊട്ടിസ്റ്റ, മൊനേറ. പ്രൊട്ടിസ്റ്റൻ അല്ലേ? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ മെമ്പർ അല്ലേ? കറക്റ്റ്. അപ്പം നമുക്കിനി കുറച്ച് ബാക്കി ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. In fungi, the heterotrophic nutrition may be. ഫംഗസിലെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ സിംബയോട്ടിക് ആണോ, പാരസൈറ്റിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ, അതോ all of the above ആണോ? പറഞ്ഞേ. In fungi, the heterotrophic nutrition may be. എന്താണ്? സിംബയോട്ടിക് ആണോ, പാരസൈറ്റിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ, all of the above ആണോ? ഫംഗസിലെ ന്യൂട്രീഷൻ നമുക്കറിയാം, ഫംഗസ് ഹെറ്ററോട്രോപ്സ് ആണ്, അവർക്ക് സ്വയമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഏത് ടൈപ്പ് ന്യൂട്രീഷൻ ആണ് അവർ പിന്നെ അവരുടെ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുക? സിംബയോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വേറൊരു ഓർഗാനിസവുമായിട്ട് ഒരുമിച്ച് പോയി ജീവിക്കുന്നതിനാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതുണ്ടല്ലോ. ആൽഗയും ഫംഗസും കൂടി
ഒരുമിച്ച് ജീവിച്ചിട്ടല്ലേ നമുക്ക് എന്ത് കിട്ടുക, ലൈക്കൺ കിട്ടുന്നത്. കറക്റ്റ്. അപ്പൊ അത് സിംബയോട്ടിക് ആണ്. അല്ലാതെ തന്നെ പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിനെ ഡീക്കേ ചെയ്ത് ന്യൂട്രീഷൻ ഉണ്ടാക്കുന്ന ഫംഗസ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഓൾ ഓഫ് ദി അബവ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ ഡ്യൂട്ടീരിയോമൈസിറ്റിസ് റീപ്രൊഡ്യൂസ് asexual spores named as. ഡ്യൂട്ടീരിയോമൈസിറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ അവിടെ ഫംഗൈ ഇൻപെർഫെക്റ്റ് എന്നും കൂടിയാണല്ലേ പറയാ. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇല്ല. സോ ഡ്യൂട്ടീരിയോമൈസിറ്റീസ് റീപ്രൊഡ്യൂസ് ബൈ asexual reproduction അവർക്കുണ്ട്. സ്പോറിൽ കൂടിയാണ് asexual reproduction നടത്തുക. ഇസ്ന്റ് ഇറ്റ്? അപ്ലാനോസ്പോർ, സൂസ്പോർസ്, ആസ്കോസ്പോർസ്, കൊനീഡിയ എന്നാണ് അവിടെ asexual സ്പോർസിന്റെ പേര്. ഓർക്കുന്നുണ്ടോ? ഫംഗൽ സ്പോർസ്, സെക്ഷൽ സ്പോർസ് ഉണ്ട്, asexual സ്പോർസ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ് ചിൽഡ്രൻ? യെസ്, സെക്ഷൽ സ്പോർസ് ഉണ്ട്, asexual സ്പോർസ് ഉണ്ട്. സെക്ഷൽ സ്പോർസ് ഏതൊക്കെയാണ്? ABC, ആസ്കോസ്പോർസ്, ബസിഡിയോസ്പോർസ് ആൻഡ് ABC അല്ല ABO, oospores, isn't it? And asexual spores ഏതൊക്കെയാണ്? കൊനീഡിയ ആൻഡ് സ്പൊറാൻജിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്, isn't it? യെസ്, ABC, CSK എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ CSZ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഒരു കോഡൊക്കെ തന്നിരുന്നു. ABO, CSZ. കറക്റ്റ്. ഇതാണ് നമ്മുടെ സെക്ഷുവൽ സ്പോർസ്, ഇതാണ് നമ്മുടെ asexual spores ഫംഗസിന്റെ. ഓർക്കുന്നുണ്ടോ? സെക്ഷൽ സ്പോർസ് ഏതൊക്കെയാണ്? ആസ്കോസ്പോർസ്, ബാസിഡിയോസ്പോർസ് ആൻഡ് oospores. ആൻഡ് asexual spores are കൊനീഡിയ, സ്പൊറാൻജിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്, isn't it? യെസ്. ഷോർട്ട് ടേം മെമ്മറി ലോസ് വന്നോ? എല്ലാം പഠിച്ച കാര്യങ്ങളാണ്. സം ഹൈഫേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ദീസ് ആർ കോൾഡ് സിങ്ക്റ്റിയൽ ഹൈഫേ, ഡൈകാരിയോൺ, മൈസീലിയം, സീനോസൈറ്റിക് ഹൈഫേ. അതായത് സെപ്റ്റ ഇല്ലാത്ത സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഫംഗൽ ഹൈഫേ. ഇങ്ങനെ ഒരു ഹൈഫേ ഫോം ചെയ്യുമല്ലോ അല്ലെ, സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട്. അപ്പൊ അതിലിങ്ങനെ കുറെ ന്യൂക്ലിയസസ് ഇങ്ങനെ കിടക്കും. അവർക്ക് വേറെ സെപ്പറേറ്റിംഗ് വാൾസ് ഒന്നും ഇല്ല. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫേ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് aseptate hyphae, isn't it? aseptate അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫേ. യെസ്, കുറച്ചു പേർക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. 9 മണി ആകുമ്പോൾ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പ്ലാൻ കിങ്ഡം സ്റ്റാർട്ട് ചെയ്യും. ആരാ മാമിനെ ഓർമ്മിപ്പിക്കുക? 9 മണിയായി മിസ്, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ ആരെ ഓർമ്മിപ്പിക്കുക? കോപ്രോഫിലസ് ഫംഗസ് ഗ്രോസ് ഓൺ ദ വുഡ്, ഇൻ ദ വുഡ്, ഓൺ ദ ഡങ്, ഓൺ ദ ഡീക്കേയിങ് ട്വിഗ്. യെസ്, കോപ്രോഫിലസ് ഫംഗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം കിങ്ഡം ഫഞ്ചയിലെ മെമ്പേഴ്സ് ആണ്. അവർ സാപ്രോഫൈറ്റ്സ് ആണ് അല്ലെ. ഡങ് ഫഞ്ചൈ എന്ന് നമ്മൾ അവരെ വിളിക്കും. കോപ്രോഫിലസ് ഫംഗസിന്റെ മറ്റൊരു പേര് തന്നെയാണ് എന്ത്? ഡങ് ഫഞ്ചൈ. കാരണം അവർക്ക് എവിടെ ഇരിക്കാനാണ് ഇഷ്ടം? ഈ ചാണകത്തിലും അല്ലെ, ആനിമൽസിന്റെ എക്സ്ക്രീറ്റയിലൊക്കെ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ അവർ എവിടെയാണ് ഉണ്ടാവുക? ഡങ്ങിലാണ് അവരെ നമുക്ക് കാണാൻ പറ്റുക, കൗഡങ്ങിൽ അല്ലെ. കറക്റ്റ്, വെരി ഗുഡ്. കുറെ മക്കൾ പറഞ്ഞിട്ടുണ്ട് 9 മണിയാകുമ്പോൾ ഓർപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൈകാരിയോൺ ഇസ് ഫോംഡ് വെൻ. ഡൈകാരിയോൺ ഫംഗസിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മിയോസിസ് ഇസ് അറസ്റ്റഡ്, ദ 2 ഹാപ്ലോയിഡ് സെൽസ് ഡു നോട്ട് ഫ്യൂസ് ഇമ്മീഡിയറ്റ്ലി, സൈറ്റോപ്ലാസം ഡസ് നോട്ട് ഫ്യൂസ്, നൺ ഓഫ് ദി അബവ്. എന്താണ് ഡൈകാരിയോൺ സ്റ്റേജ്? നമുക്കറിയാം ഫംഗസിൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആദ്യം നടക്കുന്നത് പ്ലാസ്മോഗാമി ആണ്. 2 ന്യൂക്ലിയസസ് ഉണ്ടാകും. കറക്റ്റ്, 2 ഹൈഫേ ഇങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ 2 സ്പോർസ് എന്ന് നമുക്ക് പറയാം, isn't it? അതായത് കണ്ടീഷൻ അറൈസസ് ഇഫ് ദ ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം. പ്ലാസ്മോഗാമി ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയൈ. ഓക്കെ, സോ അതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 പേര് ഇങ്ങനെ നിൽക്കുന്നു. ആദ്യം നടക്കുന്നത് ഇവരുടെ സൈറ്റോപ്ലാസം തമ്മിലുള്ള ഫ്യൂഷനാണ്. പ്ലാസ്മോഗാമി നടക്കും. ഓക്കെ, ആൻഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഒരേ സെൽ വാളിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് ഇങ്ങനെ നിൽക്കും. ഈ കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്നത് ഡൈകാരിയോൺ സ്റ്റേജ്. ഡൈകാരിയോൺ സ്റ്റേജ് അല്ലെങ്കിൽ വേറൊരു പേരാണ് ഹെറ്ററോകാരിയോൺ സ്റ്റേജ്. ഇത് ഫംഗസിന്റെ പ്രത്യേകതയാണ്, isn't it? യെസ്. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഈ ന്യൂക്ലിയസ് തമ്മിലും ഫ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നമ്മളതിന് പറയുക സൈഗോസ്പൊറാഞ്ചിയം എന്നാണ് പറയുക അല്ലെ. കറക്റ്റ്, നമ്മളുടെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കിട്ടും. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും, അതായത് കാരിയോഗാമി നടക്കും. അപ്പൊ ആദ്യം നടക്കുന്നത് പ്ലാസ്മോഗാമി. കാരിയോഗാമിക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം ഡൈകാരിയോൺ സ്റ്റേജ് കഴിഞ്ഞിട്ടേ കാരിയോഗാമി നടക്കുള്ളൂ, isn't it? സോ ശരിക്കും പറഞ്ഞതിന്റെ ആൻസർ എന്താണ്? നൺ ഓഫ് ദി അബവ് അല്ലേ? ഓപ്ഷൻ ബി ആണോ? യെസ്, ദ 2 ഹാപ്ലോയിഡ് സെൽസ് ഡു നോട്ട് ഫ്യൂസ് ഇമ്മീഡിയറ്റ്ലി ആണോ? ന്യൂക്ലിയസിന്റെ ഫ്യൂഷനെ കുറിച്ചല്ലേ പറയുക?
യെസ്. അപ്പൊ നൺ ഓഫ് ദി അബവ് അല്ലേ. സൈറ്റോപ്ലാസം ഫ്യൂസസ് ടു ഹാപ്ലോയിഡ് സെല്ലിന്റെ ഫ്യൂഷനെ കുറിച്ചല്ലേ, ന്യൂക്ലിയസിന്റെ ഫ്യൂഷനെ കുറിച്ചല്ലേ, മിയോസിസിനെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്. മിയോസിസ് ഇസ് നോട്ട് അറസ്റ്റഡ്. ഓപ്ഷൻ ഡി അല്ലേ വരിക. 9 മണിയായി. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ ചെയ്യാം കേട്ടോ. കൺസിഡർ ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. ഇത് വേണ്ട, നമുക്ക് ബാക്കി ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ്. ഇൻ ലൈക്കൻസ്, മൈക്കോബയോണ്ട് ആൻഡ് ഫൈക്കോബയോണ്ട് ആർ symbiotically associated in which algae is predominant and fungi is subordinate partner. The fungus provides food because the fungus provides food and alga protects the fungus from unfavorable conditions. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. വേഗം നോക്കൂ, വേഗം പറയൂ. യെസ്. In lichens, the mycobiome and phycobiome are symbiotically associated in which algae is predominant and fungi is subordinate partner. അങ്ങനെയാണോ? അത് റോങ് അല്ലേ? യെസ്. ഫംഗസ് പ്രൊവൈഡ്സ് ഫുഡ് ആൻഡ് ആൽഗ പ്രൊട്ടക്ട്സ് ഫംഗസ് ഫ്രം അൺഫേവറബിൾ കണ്ടീഷൻ. അതും തെറ്റല്ലേ? യെസ്. വൈ? ബിക്കോസ് ഇവർ രണ്ടുപേർക്കും ഒരേപോലത്തെ കോർഡിനേഷൻ, ഒരേ കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു അസോസിയേഷൻ ഉള്ളത്. ഇസ്ന്റ് ഇറ്റ്? ബിക്കോസ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മ്യൂച്വലിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? രണ്ട് ഓർഗാനിസത്തിനും ഒരേപോലത്തെ കോൺട്രിബ്യൂഷൻ ആണുള്ളത്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. ഇസ്ന്റ് ഇറ്റ്? രണ്ടും ഫാൾസ് ആണ്. വൈറോയിഡ്സ് ഹാവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എൻക്ലോസ്ഡ് ഇൻ എ ക്യാപ്സിഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വിത്തൗട്ട് ക്യാപ്സിഡ് അല്ലെ. വൈറോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ മാത്രം, RNA മാത്രമേ ഉള്ളൂ. അതിന് ചുറ്റിനും പ്രോട്ടീൻ കോട്ട് അവർക്ക് ഇല്ല. കറക്റ്റ്. യെസ്. സെലക്ട് ദ പെയർ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വൈറൽ ഡിസീസസ്. വൈറൽ ഡിസീസസിന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. മംസ് ആൻഡ് സ്മോൾ പോക്സ്, ഹെർപ്പിസ് ആൻഡ് ഇൻഫ്ലുവൻസ, ന്യൂമോണിയ ആൻഡ് സിഫിലിസ്. വേഗം പറഞ്ഞേ, ഇതിൽ ഏതാണ് വൈറൽ ഡിസീസസിന്റെ കോമ്പിനേഷൻ? ബോത്ത് A and B ഉണ്ട്. മംസും സ്മോൾ പോക്സും ഹെർപ്പിസും ഇൻഫ്ലുവൻസയും എല്ലാം വൈറൽ ഡിസീസസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ലൈക്കൻ നമുക്കറിയാം, ഈസി ക്വസ്റ്റ്യൻ. വൈറസസ് ക്യാൻ മൾട്ടിപ്ലൈ ഇൻ. Viruses can multiply in host or living cell, detritus, culture media or on agar, all of the above. എവിടെയാണ് വൈറസസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ വൈറസിനെ എ സെല്ലുലാർ ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഇൻ എ ഹോസ്റ്റ് ഓർ ലിവിംഗ് സെല്ലിൽ മാത്രമേ ഇവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻ ആനിമൽസ്, ദ സ്റ്റോർഡ് ഫുഡ് റിസർവ് ഇസ് ഇൻ ദ ഫോം ഓഫ്. ആനിമൽസിൽ ഏത് ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? മക്കൾ പറഞ്ഞേ, ഏത് ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? What should be the answer to this question? Yes, glycogen, isn't it? ആനിമൽസിൽ ഏത് ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? ഗ്ലൈക്കോജൻ ആണോ, സെല്ലുലോസ് ആണോ, ഫാറ്റ് ആണോ? ഗ്ലൈക്കോജൻ ഓർ ഫാറ്റ് ആണോ? യെസ്. മെയിൻ സോഴ്സ് ഓർ സ്റ്റോറേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ആനിമൽസ്. അതെങ്ങനെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോജൻ ആയിട്ടാണ്. isn't it? ഗ്ലൈക്കോജൻ ആയിട്ടാണ്. യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ആണ് പ്ലാൻ കിങ്ഡം. സോ പ്ലാൻ കിങ്ഡവും നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ചാപ്റ്റർ ആണ് നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെ. സോ നമ്മൾ കുറെ പ്രാവശ്യം റിവൈസും ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു ക്വിക്ക് റിവിഷൻ ആയില്ലേ? നമുക്ക് ജസ്റ്റ് ചാപ്റ്റർ ഔട്ട്ലൈൻ നോക്കി. അതുപോലെ പ്ലാൻ കിങ്ഡവും നമുക്ക് ജസ്റ്റ് ചാപ്റ്റർ ഔട്ട്ലൈൻ നോക്കാം. നമ്മളിവിടെ പഠിക്കുന്നത് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്, അതിന്റെ ഡ്രോബാക്സ് പഠിക്കുന്നുണ്ട്, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, പിന്നെ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. യെസ്. Okay, and taxonomic system of classification, numerical taxonomy, cytotaxonomy, chemotaxonomy. Yes. ഓക്കെ, ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി എങ്ങനെയാവുക? സ്റ്റോർഡ് ഫുഡ് റിസർവ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, ഫാറ്റ്, ഗ്ലൈക്കോജൻ ഓർ ഫാറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ എന്താണ് വരിക? ഗ്ലൈക്കോജൻ അല്ലേ വരിക? യെസ്, ഇറ്റ് ഈസ് എ പോളിസാക്കറൈഡ് ഓഫ് ഗ്ലൂക്കോസ്. കറക്റ്റ്. ഓക്കെ, ഗ്ലൈക്കോജൻ അല്ലേ വരിക? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് NCERT സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, വി വിൽ സ്റ്റിക്ക് ടു NCERT. മാം വിൽ ഐ ക്ലാരിഫൈ ദാറ്റ് ലേറ്റർ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കൺഫ്യൂഷൻ ഉണ്ട്. NCERT D ആണെങ്കിൽ വി വിൽ സ്റ്റിക്ക് ടു D. ഓക്കെ, നോ കൺഫ്യൂഷൻ. ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ്. ഓക്കെ, നോ കൺഫ്യൂഷൻ. ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ആണ്. ഓക്കെ, നോ കൺഫ്യൂഷൻ. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നോ കൺഫ്യൂഷൻ. Okay, systems of classification, artificial, natural, phylogenetic, taxonomic system, numerical taxonomy, cytotaxonomy, chemotaxonomy നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വരിക പ്ലാൻ കിങ്ഡത്തിന്റെ ഓവറോൾ ക്ലാസിഫിക്കേഷനിലേക്കാണ്. ക്രിപ്റ്റോഗാംസും ഫെനറോഗാംസും അല്ലെ, അതായത് സീഡ്ലെസ് പ്ലാന്റ്സും സീഡ് ബെയറിംഗ് പ്ലാന്റ്സും. സീഡ്ലെസ് ആയിട്ടുള്ള നമ്മൾ പഠിക്കുക ആൽഗി, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് അല്ലേ? ഇസ്ന്റ് ഇറ്റ്? യെസ്. ആൽഗി എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം ലോവർ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം പ്ലാന്റേ ആണ്. എല്ലാവരും ഓട്ടോട്രോഫിക് ആണ്. ഓരോ ക്ലാസിന്റെ
കിങ്ഡത്തിന്റെയും ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്തതാണ്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. വാട്ട് ഡു യു സേ ചിൽഡ്രൻ? ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാരും പറഞ്ഞേ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താൽ പോരെ? യെസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് റിവൈസ് ചെയ്യാം. കാരണം ഇതെല്ലാം നമ്മൾ മുമ്പും റിവൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലെ. കിങ്ഡം പ്ലാനറ്റൊക്കെ നമ്മൾ മുമ്പും റിവൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. യെസ്, ഓരോ കിങ്ഡത്തിന്റെയും ഫീച്ചേഴ്സ്, ഓരോ ഗ്രൂപ്പിന്റെയും ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഓരോരുത്തരുടെ റീപ്രൊഡക്ഷൻ, ഓരോരുത്തരുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഓരോ ആൽഗയിലൊക്കെ ആണെങ്കിൽ ഓരോ ക്ലാസസിന്റെയും എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തുമാത്രം ഈ ടോപ്പിക്ക് അറിയാം എന്ന് നമുക്ക് മനസ്സിലാവും. Isn't it? Okay, so phylogenetic classification is based on yes, പറഞ്ഞേ. ഓപ്ഷൻ എ യൂട്ടിലിറ്റേറിയൻ സിസ്റ്റം, ബി ഹാബിറ്റ്, സി ഓവറോൾ സിമിലാരിറ്റീസ്, ഡി കോമൺ എവല്യൂഷണറി ഡിസെന്റ്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ വാട്ട്? പറഞ്ഞേ. എ, ബി, സി ഓർ ഡി? കോമൺ എവല്യൂഷണറി ഡിസെന്റ് ആണ് അല്ലെ. അതായത് ഒരു കോമൺ ആൻസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ലിവിങ് ഓർഗാനിസത്തിനെ ഫോസിൽ റെക്കോർഡ്സിന്റെയും ആ എവിഡൻസസിന്റെയും ഒക്കെ ബേസിൽ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ബാക്കി എല്ലാ ക്ലാസ്സസും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ തിയറി ആയിരുന്നു നമ്മുടെ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ബേസ് ആയത്. Isn't it? ഓപ്ഷൻ ഡി ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ഫിയോഫൈസിയെ ഓർ ബ്രൗൺ ആൽഗെ ആർ ഫൗണ്ട് പ്രൈമർലി ഇൻ. എവിടെ നമുക്ക് കാണാൻ പറ്റുക? നമുക്കറിയാം ആൽഗെ 3 തരമുണ്ട്. ഗ്രീൻ ആൽഗെ ഉണ്ട്, ബ്രൗൺ ആൽഗെ ഉണ്ട്, റെഡ് ആൽഗെ ഉണ്ട്. എവിടെയാ നമുക്ക് കാണാൻ പറ്റുക? നമ്മുടെ ബ്രൗൺ ആൽഗീനെ മെയിൻലി മറൈൻ ഹാബിറ്റാറ്റിലാണ് കാണാൻ പറ്റുക. Isn't it? മറൈൻ എൻവറോൺമെന്റിലാണ് നമുക്ക് അവരെ കാണാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെക്കഗ്നൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ്. ഇതിൽ ഏതാണ് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളത്? എ എന്താണ്? ഈ ഫിഗർ നോക്കിക്കേ. നമുക്കറിയാം നമ്മുടെ കൊളോണിയൽ ആൽഗെ ആയിട്ടുള്ള വോൾവോക്സ് ആണ് എയിൽ കാണാൻ പറ്റുന്നത്. ബിയിലോ ഫ്ലജല്ലയൊക്കെയുള്ള യൂണിസെല്ലുലാർ ആൽഗെ ആയിട്ടുള്ള ക്ലമൈഡോമോണസ്, രണ്ടുപേരും ഗ്രീൻ ആൽഗെ ആണ് അല്ലെ. അപ്പൊ എ ക്ലമൈഡോമോണസും ബി സ്പൈറോഗൈറയും ആണോ? എ ക്ലമൈഡോമോണസും ബി വോൾവോക്സും ആണോ? അല്ല, എ വോൾവോക്സും ബി ക്ലമൈഡോമോണസും. Isn't it? ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് ആൻസർ. എ വോൾവോക്സും ബി ക്ലമൈഡോമോണസും രണ്ടുപേരും ഗ്രീൻ ആൽഗെ ആണ്. ഓർക്കുന്നില്ലേ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? ഗ്രീൻ ആൽഗയുടെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കോഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ബ്രൗൺ ആൽഗി, റെഡ് ആൽഗി. ഗ്രീൻ ആൽഗേന്റെ എക്സാമ്പിൾ C²SUV. റെഡ് ബ്രൗൺ ആൽഗേന്റെ എക്സാമ്പിൾ LDFES അല്ലെ. റെഡ് ആൽഗേന്റെ എക്സാമ്പിൾ പജേറോ PG². ഓർക്കുന്നുണ്ടോ? ഞാൻ കോഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ മറന്നുപോയോ? യെസ്. ഇൻ വിച്ച് ആൽഗി മൊട്ടൈൽ കോളനീസ് ആർ പ്രസന്റ്? ഇതിൽ ഏത് ആൽഗിയിലാണ് മൊട്ടൈൽ കോളനീസ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? മൊട്ടൈൽ കോളനീസ് ഉള്ളത് ഏത് ആൽഗിയിലാണ്? വോൾവോക്സ് ആണ് അല്ലെ. നമ്മളിപ്പോ വോൾവോക്സിന്റെ ഫോട്ടോ കണ്ടതേ ഉള്ളൂ. യെസ്, വിയറ്റ്നാം കോളനി. വെരി ഗുഡ്, വെരി ഗുഡ്. അതും നമ്മുടെ കോഡായിരുന്നു അല്ലെ. V for വോൾവോക്സ്, V for വിയറ്റ്നാം കോളനി. കറക്റ്റ്. കൊളോണിയൽ ആയിട്ടുള്ള നമ്മളുടെ ആൽഗയാണ്. Isn't it? കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ഫ്ലാജല്ലേറ്റ്? ഇതിൽ ആർക്കാണ് ഫ്ലജല്ല ഇല്ലാത്തത്? ഏതാണ് ഫ്ലജല്ലേറ്റ്, ഏതാണ് നോൺ ഫ്ലജല്ലേറ്റ്? ഇതും നമ്മൾ പഠിച്ചിരുന്നു. ഇതിൽ ആർക്കാണ് ഫ്ലജല്ല ഇല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ഫ്ലജല്ലേറ്റ്? എന്താണ് കറക്റ്റ് ആൻസർ വരിക? ക്ലോറല്ല, യുലോത്രിക്സ്, സ്പൈറോഗൈറ ആർ നോൺ ഫ്ലാജല്ലേറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ബോത്ത് എ ആൻഡ് സി വരണ്ടേ? പറഞ്ഞേ. ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്ലോറല്ല നോൺ ഫ്ലാജല്ലേറ്റ് ആണ്. Isn't it? യെസ്, യുലോത്രിക്സും നോൺ ഫ്ലാജല്ലേറ്റ് ആണ്. സ്പൈറോഗൈറ is also non flagellate, but they are non-motile algae. Chlorella and Spirogyra found in fresh water, while Ulothrix is found in fresh water as well as marine water. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? എല്ലാരും പറഞ്ഞേ. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇതിൽ ഏതാണ് നോൺ ഫ്ലജല്ലേറ്റ് ആയിട്ടുള്ള ആൽഗി എന്നാണ് ചോദിക്കുന്നത്. യെസ്. വാട്ട് അബൌട്ട് ബി? എല്ലാരും പറഞ്ഞേ. അപ്പോ യുലോത്രിക്സ് നോൺ ഫ്ലജല്ലേറ്റ് ആണോ? ലെറ്റ് സ്റ്റിക്ക് ടു NCERT അല്ലെ. മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ വന്നിട്ടുള്ളതായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണോ? യെസ്, യുലോത്രിക്സ് ഇസ് ഫ്ലജല്ലേറ്റഡ്, യുലോത്രിക്സ് ഇസ് മൊട്ടൈൽ, നോൺ ഫ്ലജല്ലേറ്റ് എന്നാണ് ചോദിക്കുന്നത്. യുലോത്രിക്സിന് ഫ്ലജല്ല ഇല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത് ഈ ക്വസ്റ്റ്യന്റെ? യെസ്. സോ ഓപ്ഷൻ എയും ക്ലോറല്ലയും നോൺ ഫ്ലജല്ലേറ്റ് ആണ്, സ്പൈറോഗൈറയും നോൺ ഫ്ലജല്ലേറ്റ് ആണ്. Isn't it? യുലോത്രിക്സിന് ഫ്ലജല്ല ഉണ്ട്. കറക്റ്റ്. സോ ഓൾ ഓഫ് ദി അബവ് അല്ല. നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ആൻഡ് സി ആണ് വരിക അല്ലെ. ബോത്ത്
A and C ആണ് വരിക. ഓക്കെ, ബോത്ത് A and C ആണ് വരിക. ഇസ് ദിസ് ക്ലിയർ ടു എവറിബഡി? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ബോത്ത് A and C ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഓൾ ഓഫ് ദി അബൌവിന് പകരം ബോത്ത് A and C. കറക്റ്റ്. യുലോത്രിക്സിസ് മൊട്ടൈൽ കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തു. സോ ബോത്ത് A and C എന്ന് നമുക്ക് ഈ ആൻസറിനെ മാറ്റാം. In most green algae, pyrenoids represent the storage bodies located in. Pyrenoids, green algae, pyrenoids represent the storage bodies located in. Pyrenoids വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. Isn't it? Yes, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അതെ, യുലോത്രിക്സ് മൊട്ടൈലാണ്. കറക്റ്റ്. അതുകൊണ്ട് നമുക്ക് ഈ ആൻസറിനെ ബോത്ത് A and C എന്ന് നമ്മൾ മാറ്റി. ഓക്കെ, യെസ്. നൗ ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള ഡെൻസ് സബ് സെല്ലുലാർ മൈക്രോബ്രോഡീസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ഗ്രീൻ ആൽഗി ആണ് എന്ത്? നമ്മുടെ പൈറിനോയിഡ്സ് എന്ന് പറയുന്നത്. കറക്റ്റ്. യെസ്. സോ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കും. ആൻഡ് ഓൾസോ കുറച്ച് എൻസൈംസിനെ ഒക്കെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? കറക്റ്റ്. അഗാർ ഇസ് കൊമേഴ്ഷ്യലി ഒപ്റ്റൈൻ. ആർക്കെങ്കിലും പറയാമോ യെസ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പുകൾ ഏതൊക്കെയാണെന്ന്? ആർക്കെങ്കിലും പറയാമോ? കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഷേപ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ആൽഗയിൽ കാണപ്പെടുന്ന ഏതൊക്കെ ആണ് നമ്മൾക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കാണപ്പെടുന്നത്? ഷേപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്തൊക്കെയാണ്? വേഗം പറഞ്ഞേ. യെസ്, എല്ലാരും പറഞ്ഞേ. വ്യൂസ് എന്തൊക്കെയാണ്? വെരി ഗുഡ്. കണ്ടെയ്ൻസ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. വെരി ഗുഡ് നിരഞ്ജൻ, എക്സലന്റ്. വേഗം പറഞ്ഞേ. ഓക്കെ, ഷേപ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്തൊക്കെയാണ്? നമ്മൾ ഇതൊക്കെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. വെരി ഗുഡ്. ഇർഫാൻസ്, ഡിസ്കോയിഡ്. രജ പറയുന്നു റിബൺ ഷേപ്ഡ്. മേഘ പറയുന്നു സ്പൈറൽ. വെരി ഗുഡ്. കുറെ പേര് പറയേണ്ടത് കപ്പ് ഷേപ്പ് പറയുന്നുണ്ട്, ഡിസ്കോയിഡ് പറയുന്നുണ്ട്. ഓരോന്നിന്റെയും എക്സാമ്പിൾസും പഠിക്കണം കേട്ടോ. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. അഗാർ ഇസ് കൊമേഴ്ഷ്യലി ഒപ്റ്റൈൻ ഫ്രം റെഡ് ആൽഗി. ഇസ്ന്റ് ഇറ്റ്? അഗാർ ഇസ് കൊമേഴ്ഷ്യലി ഒപ്റ്റൈൻ ഫ്രം റെഡ് ആൽഗി. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഓഫ് റോഡോഫൈസി. റെഡ് ആൽഗി ആർ. റെഡ് ആൽഗിയിലുള്ള ഫോട്ടോസിന്തറ്റിക് ഏതൊക്കെയാണ്? യെസ്, ക്ലോറോഫിൽ A, B. അപ്പൊ ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അതായത് നമ്മുടെ ഗ്രീൻ ആൽഗി, ബ്രൗൺ ആൽഗി, റെഡ് ആൽഗി ഇവരിലുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ പഠിച്ചതാണ്. ഗ്രീൻ ആൽഗി, ബ്രൗൺ ആൽഗി ആൻഡ് റെഡ് ആൽഗി. 3 പേരിലും ക്ലോറോഫിൽ A ഉണ്ട്. ക്ലോറോഫിൽ A എല്ലാവരിലും ഉണ്ട് അല്ലെ? ക്ലോറോഫിൽ നോക്കുകയാണെങ്കിൽ A എല്ലാവരിലും ഉണ്ട്. A കൂടാതെ ആദ്യത്തെ ഗ്രൂപ്പിൽ ഗ്രീനിലുള്ളത് എയും ബിയും, ബ്രൗണിലുള്ളത് ബിയും സിയും, എയും സിയും, ആൻഡ് റെഡിലുള്ളത് എയും ഡിയും ആണ് അല്ലെ? ബ്രൗൺ ആൽഗയ്ക്ക് അത് കൂടാതെ എന്തുണ്ട്? ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. റെഡ് ആൽഗയ്ക്ക് ഇത് കൂടാതെയോ ഫൈക്കോ എരിത്രിൻ. എല്ലാം മറന്നുപോയടാ? എല്ലാം മറന്നുപോയോ? എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഫൈക്കോ എരിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. അപ്പോ നമുക്ക് റെഡ് ആൽഗയ്ക്ക് ഉള്ളത് എന്തൊക്കെയാ? ക്ലോറോഫിൽ A, D ആൻഡ് ഫൈക്കോ എരിത്രിൻ. ഇതുകൊണ്ടാണ് അവർക്ക് ആ റെഡ് കളർ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലെ? കടലിലൊക്കെ ആ ഒരു ഏരിയ മൊത്തം തന്നെ റെഡ് കളറിൽ കിടക്കുന്നത് ഇതുകൊണ്ടാണ്. ഫ്യൂക്കോസാന്തിൻ പിഗ്മെന്റ് ഇസ് ഫൗണ്ട് ഇൻ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഗ്രീൻ ആൽഗി, ബ്രൗൺ ആൽഗി, റെഡ് ആൽഗി, ഓൾ ഓഫ് ദി അബവ്. ബ്രൗൺ ആൽഗിയിലല്ലേ ഫ്യൂക്കോസാന്തിൻ കാണപ്പെടുന്നത്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇസ് പ്രൊഡ്യൂസ് ബൈ. ആരിലാണ് സ്റ്റോറേജ് ഫുഡ് പ്രോഡക്റ്റ് നമ്മുടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ടുള്ളത്? അതും നമുക്കറിയാം. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? യെസ്, ഗ്രീൻ ആൽഗെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരാൾ ലാമിനേറിയൻ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? ലാമിനേറിയൻ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഒരാള് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. ഒരാള് സാധാരണ നോർമൽ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ ലാമിനേറിയൻ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ബ്രൗൺ ആൽഗി, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് റെഡ് ആൽഗി. നമ്മൾ കുറെ കോഡ്സ് ഒക്കെ ആയിട്ട് ഇത് പഠിച്ചതാണ്, കുറെ കോഡ്സ് ഒക്കെ വെച്ച് പഠിച്ചതാണ്. യെസ്, red algae. Very good. Dash and dash are unicellular algae rich in proteins which are used as food supplements even by space travelers. Space travelers പോലും ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിസെല്ലുലാർ ആൽഗി ആരാണ്? യെസ്, സ്പൈറുലിനയും ക്ലോറല്ലയും ആണ് അല്ലെ? ക്ലോറല്ല ആൻഡ് സ്പൈറുലിന. isn't it? ഹൈ റിച്ച് ഇൻ വൈറ്റമിൻ ആൻഡ് പ്രോട്ടീൻ. അതുകൊണ്ടാണ് ഹൈലി ന്യൂട്രീഷ്യസ് ആയതുകൊണ്ടാണ് അവരെ യൂസ് ചെയ്യുന്നത്. ഫ്യൂഷൻ ഓഫ് two motile gametes which are dissimilar in size. Correct? Dissimilar in size. ഒരാള് ലാർജ് മൊട്ടൈലും ഒരാള് സ്മോൾ മൊട്ടൈലും is termed as
two motile gametes which are dissimilar in size. എന്താ പറയുക? ഊഗാമി, ഐസോഗാമി, അനൈസോഗാമി, സൂഗാമി. എന്താ പറയുന്നതിന്? അനൈസോഗാമി, isn't it? ഓപ്ഷൻ സി അനൈസോഗാമി. ഊഗാമയിൽ എന്താണ്? വൺ ലാർജ് ആയിരിക്കും, വൺ സ്മോൾ ആയിരിക്കും, പക്ഷെ മൊട്ടൈൽ ആയിരിക്കും. ഐസോഗാമിയില് രണ്ടുപേരും മൊട്ടൈൽ ആയിരിക്കും ആൻഡ് ഓഫ് ദ സെയിം സൈസ്. അനൈസോഗാമിയില് ഒരാൾ ലാർജ് മൊട്ടൈലും ഒരാൾ സ്മോൾ മൊട്ടൈലും ആയിരിക്കും. isn't it? Yes children, bryophytes are called amphibians of the plant kingdom because easy question, പക്ഷെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. isn't it? Bryophytes can live in soil but are dependent on water for their sexual reproduction. isn't it? Yes, very good. അപ്പൊ നമ്മൾ അതിന്റെ റീപ്രൊഡക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. The plant body of most Funaria is ബ്രയോഫൈറ്റയിലെ മെമ്പർ ആണ് അല്ലെ. ഫ്യൂണേറിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റയിലെ മെമ്പർ അല്ലേ? isn't it? എല്ലാരും പറഞ്ഞേ മക്കൾ, എല്ലാരും ശ്രദ്ധിച്ചേ. ഞാൻ ഒട്ടും കോൺസെപ്റ്റ് ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നമ്മൾ തിയറി ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. മോസ് എന്ന് പറയുന്നത് ഫ്യൂണേറിയ, കറക്റ്റ്. യെസ്, അതെന്താണ്? അത് താലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആണോ അതോ ഇറക്റ്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആണോ? ഫ്യൂണേറിയ എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആണ് അല്ലെ. അപ്പം അവിടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ആദ്യം ഗാമറ്റോഫൈറ്റ് ആണ്, അത് ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. പിന്നീട് അതിൽ നിന്നും റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടായി വരും. ഓർക്കുന്നില്ലേ? അവർക്ക് ഇങ്ങനെ ഒരു റൈസോയിഡ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ലീഫി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ നിന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിയുന്ന സമയത്ത് എന്ത് വരും? ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് വരും. കറക്റ്റ്. അതിന് ഫുഡ് സെറ്റ ക്യാപ്സ്യൂൾ ഉണ്ട്. അപ്പൊ ഇതാണ് സ്പോറോഫൈറ്റ് അവരുടെ, കറക്റ്റ്. ആൻഡ് ഇതാണ് അവരുടെ ഗാമെറ്റോഫൈറ്റ്. isn't it children? Is this clear to everybody? ഓർക്കുന്നുണ്ടോ? എല്ലാം മറന്നുപോയോ? ഗാമെറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. ഗാമെറ്റോഫൈറ്റ് ഫോം ചെയ്താലേ അതിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാവുള്ളൂ. സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പം ആദ്യം പ്രൈമറി പ്രോട്ടോണിമ, പിന്നെ സെക്കൻഡറി പ്രോട്ടോണിമ, അതിൽ നിന്നാണ് ഗാമെറ്റോഫൈറ്റ് ഫോം ചെയ്യുക. ഇതാണ് റൈസോയിഡ്സ് അല്ലെ. റൂട്ട് പോലെ അവരെ മണ്ണിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റൈസോയിഡ്സ്. ഓർക്കുന്നുണ്ടോ? നെക്സ്റ്റ് മാർക്കാൻഷ്യ ഈസ്. മാർക്കാൻഷ്യ എന്താണ്? നമുക്കറിയാം, ഒരു താലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആണ് അല്ലെ. മക്കൾക്ക് ഈ റിവിഷൻ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? യെസ്. ഗാമെറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് എന്ന് പറയാമോ? ഗാമെറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് ആണ് കേട്ടോ. പക്ഷെ പ്രീഡോമിനന്റ്ലി എന്താണ്? മെയിൻ പ്ലാൻ ബോഡി ഗാമെറ്റോഫൈറ്റ് ആണ്. അതിനുശേഷമല്ലേ സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നുള്ളൂ. കറക്റ്റ്. പ്രീഡോമിനന്റ്ലി ഗാമെറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്. isn't it? ഫസ്റ്റ് ഗാമെറ്റോഫൈറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, പിന്നീടാണ് സ്പോറോഫൈറ്റ് അതിൽ ഉണ്ടാവുന്നത്. കറക്റ്റ്. യെസ്. മാർക്കാൻഷ്യ ഈസ്. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? മോണോഈഷ്യസ്, ഡൈഈഷ്യസ്, ഹെട്രോസ്പോറസ്, ഫെനറോഗാംസ്. ഡൈഈഷ്യസ് ആണ്. മാർക്കാൻഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു താലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആണ്. അതില് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ താലോയിഡ് ബോഡിയിൽ നിന്നും ആന്ത്രീഡിയം വരും. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. isn't it? ആന്ത്രീഡിയ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് നമ്മൾ പറയുന്ന പേരാണ് ആന്ത്രീഡിയം. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു മാർക്കാൻഷ്യയിൽ നിന്നും നമുക്ക് വേറൊരു താലസിൽ നിന്നും ഒരു ആർക്കിഗോണിയം ഇവര് ഫോം ചെയ്യും. isn't it? എന്താണ് ഫോം ചെയ്യുക? ആർക്കിഗോണിയം. Archegonium is the female reproductive structure and antheridium is the male reproductive structure. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് താലസിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും? ഡൈഈഷ്യസ് എന്ന് പറയും. മാർക്കാൻഷ്യ അതുകൊണ്ട് ഡൈഈഷ്യസ് ആണ് അല്ലെ. കറക്റ്റ്. വെരി ഗുഡ്. ആന്ത്രീഡിയത്തിൽ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അനഖ മുരളി ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സലന്റ്. ബ്രയോഫൈറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ആൽഗി ബിക്കോസ് ബ്രയോഫൈറ്റ്സിനെ എന്തുകൊണ്ടാണ് ആൽഗിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദേ പൊസസ്, they contain chloroplast. രണ്ടുപേർക്കും, ആൽഗയ്ക്കും ബ്രയോഫൈറ്റിനും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും സെല്ലില്. രണ്ടുപേർക്കും താലോയിഡ് ഫോം ഉണ്ട്. ആൽഗെ by nature we know they are thalloid. ബ്രയോഫൈറ്റിന് താലോയിഡ് ബ്രയോഫൈറ്റ് ഉണ്ട്, ഇറക്റ്റ് ഉണ്ട്. അതും അപ്പം സെയിം ആണ്. ഹാവ് നോ കണ്ടക്ടിങ് ടിഷ്യൂ. ബ്രയോഫൈറ്റിന് വാസ്കുലാർ ടിഷ്യൂ ഉണ്ടോ? they have vascular tissue. They don't have vascular tissue but they have a differentiated plant body അല്ലെ. ആൽഗയ്ക്കോ വാസ്കുലാർ ടിഷ്യൂ ഇല്ല. അപ്പം ഇവരിലെ ഒരാളെ മറ്റൊരു നിന്നും ഡിഫറെന്റ് ആക്കുന്ന എന്താണ്? ബ്രയോഫൈറ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റഡ് ബോഡി ഉള്ളത് കൊണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഇതെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആണ്. ബ്രയോഫൈറ്റിനും ആൽഗയ്ക്കും സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പക്ഷെ ആർക്കിഗോണിയ ഉണ്ടാവുന്നത്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ടാകുന്നത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡി ഉള്ള ബ്രയോഫൈറ്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. isn't it?
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ യുണീക് ഫീച്ചർ ഓഫ് ബ്രയോഫൈറ്റ്? ബ്രയോഫൈറ്റിനെ മാത്രം സ്പെഷ്യൽ ആക്കുന്ന അവരുടെ യുണീക് ഫീച്ചർ എന്താണ്? എല്ലാരും പറഞ്ഞേ. വാസ്കുലാർ ബണ്ടിൽസ്, മെഡിസിനൽ ഇമ്പോർട്ടൻസ്, ഗാമറ്റോഫൈറ്റ് അറ്റാച്ച് ടു ദ സ്പോറോഫൈറ്റ്, സ്പോറോഫൈറ്റ് അറ്റാച്ച് ടു ദ ഗാമറ്റോഫൈറ്റ്. എന്താണ് ഇവരെ പ്രത്യേകതയുള്ള ഇവരുടെ മാത്രം പ്രത്യേകത? ഇവരുടെ വാസ്കുലാർ ബണ്ടിൽസ് ഇവർക്ക് ഇല്ല, മെഡിസിനൽ ഇമ്പോർട്ടൻസ് അത്രയ്ക്കൊന്നും ഇവർക്ക് ഇല്ല. അവരെ യുണീക്ക് ആക്കുന്നത് സ്പോറോഫൈറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിയുമ്പം സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നത് ഗാമറ്റോഫൈറ്റിന്റെ മുകളിലേക്കാണ് അല്ലെ. അത് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. നൗ ജെമ്മെ ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവർവോർട്സ്. ദീസ് ആർ. ജെമ്മയുടെ പ്രത്യേകത എന്താ? ഓപ്ഷൻസ് എല്ലാരും നോക്കിക്കേ മക്കൾ എല്ലാരും. ജെമ്മെ എന്താണ്? ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങാനുള്ള ടൈം ആയോ? യെസ്. ജെമ്മെ ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ഇൻ ലിവർവോർട്സ്. ലിവർവോർട്സിന്റെ പ്രത്യേകത, അതായത് ലിവർവോർട്സ് ആരുടെ മെമ്പേഴ്സ് ആണ്? ബ്രയോഫൈറ്റ് ആണ് അല്ലെ. ഇസ്ന്റ് ഇറ്റ്? പറഞ്ഞേ. സോ ഇവര് റീപ്രൊഡക്ഷന്റെ സമയത്ത് നമുക്കറിയാം മാർക്കാൻഷിയൊക്കെ ലിവർവോർട്സ് ആണ്. ഇവർക്ക് ഒരു ജമ്മ കപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും, കപ്പ് ലൈക്ക് സ്ട്രക്ചർ. കറക്റ്റ്. അത് ഗ്രീൻ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, അസെക്ഷൽ ബഡ് പോലത്തെ സ്ട്രക്ചർ ആണ്. ഇസ്ന്റ് ഇറ്റ്? ഐസെക്ഷൽ ബഡ് പോലത്തെ സ്ട്രക്ചർ ആണ്. ഈ ജമ്മ കപ്പിന്റെ ഉള്ളിൽ നിന്നും ചെറിയ 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 സ്ട്രക്ചേഴ്സ് പുറത്തു വരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ജെമ്മെ. ഈ ഓരോ ജെമ്മയ്ക്കും കുറച്ച് കഴിഞ്ഞ് ജെർമിനേറ്റ് ഇതുപോലെ പുതിയ ഒരു ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ്ന്റ് ഇറ്റ്? സോ ഗ്രീൻ മൾട്ടി സെല്ലുലാർ asexual buds which develop from the gemma cups ആണ് ആര്? നമ്മുടെ ജെമ്മെ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. The female reproductive part of bryophyte is. ബ്രയോഫൈറ്റിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ്? ആന്ത്രീഡിയം, ആർക്കിഗോണിയം, ഊഗോണിയം, ആർക്കിഗോണിയം, സ്പൊറാൻജിയം. ആർക്കിഗോണിയം അല്ലെ. ആർക്കിഗോണിയം ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്? ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ സമയത്ത് എഗ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. യാസിൻ വ്ളോഗേഴ്സ് പറയുന്നു ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? ആന്ത്രോസോയിഡ്സ് that are produced by bryophytes are. ആന്ത്രോസോയിഡ്സ് നമുക്കറിയാം മെയിൽ ഗാമേറ്റ്സിനെയാണ് പറയാം. ഗാമേറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതൊക്കെ വളരെ യങ്ങർ സ്മോളർ പ്ലാന്റ്സ് ആണ് അല്ലെ. കറക്റ്റ്. അപ്പൊ നമ്മൾ ആ ടേം യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ആന്ത്രോസോയിഡ്സ് that are produced by bryophytes are possess 2 flagella. 2 flagella ഉണ്ട്. ബൈഫ്ലാജെല്ലേറ്റ് ആണ്. ഇസ്ന്റ് ഇറ്റ്? ആന്ത്രോസോയിഡ്സ് കാരണം വെള്ളത്തിലേക്കല്ലേ റിലീസ് ചെയ്യുന്നത്, അപ്പൊ വെള്ളത്തിൽ കൂടെ അവർക്ക് മൂവ് ചെയ്ത് പോവണ്ടേ. കറക്റ്റ് ചിൽഡ്രൻ. ആന്ത്രോസോയിഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് സ്പെർമാറ്റോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സിന് പറയുന്ന മറ്റൊരു പേരെന്താ? സ്പെർമാറ്റോസോയിഡ്സ് അല്ലെ. സ്പെർമാറ്റോസോയിഡ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ. മെയിൽ ഗാമേറ്റ്സ് ആണ്. ആസ് പെർ NCERT മെയിൽ ഗാമേറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആന്ത്രിഡിയ ഓഫ് ബ്രയോഫൈറ്റ്സ്. ദേ ആർ ബൈഫ്ലാജെല്ലേറ്റ്. ഇസ്ന്റ് ഇറ്റ്? Biflagellates. The embryonic development in bryophytes takes place in. Embryonic development bryophytes എവിടെയാണ് ഉണ്ടാവുക? വേഗം പറഞ്ഞേ എല്ലാവരും. പ്രോട്ടോണിയമ, സ്പൊറാൻജിയ, ആന്ത്രീഡിയം, ആർക്കിഗോണിയം. എവിടെയാണ് സൈഗോട്ട് ഉണ്ടാകും? പെട്ടെന്ന് ഒരു ചെറിയൊരു എംബ്രിയോ ഉണ്ടാകും, അതോടനെ തന്നെ സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. അത് എവിടെയാണ് ഉണ്ടാവുന്നത്? ആർക്കിഗോണിയത്തിൽ അല്ലെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലാണ് അത് ഉണ്ടാവുക ഡ്യൂറിങ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. In liverworts, how many rows of leaf-like appendages are present on the stem-like structure? എത്ര ലോസിലാണ്? ഇത് ഒക്കെ NCERT ലൈൻ ആണ് കേട്ടോ. ഡയറക്ട്ലി ഫ്രം NCERT. യെസ്, എല്ലാരും പറഞ്ഞേ. 2 rows ആണ് അല്ലേ. 2 റോസിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുക. ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 റോസിലായിട്ടാണ്. അത് നിങ്ങളുടെ ബുക്കിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. peat moss അല്ലെങ്കിൽ sphagnum എന്ന് പറയുന്ന peat moss is used as a packaging material for sending flowers and live plants to distant places because it is hygroscopic, it reduces transpiration, it serves as a disinfectant, it is easily available. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. isn't it? ഓപ്ഷൻ എ. peat moss is sphagnum. നമ്മൾ അതിന് പറയുന്നത് sphagnum എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. ഓക്കെ. അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതായത് ഹൈഗ്രോസ്കോപ്പിക് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. അത് പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് ഈ ലൈഫ് സ്റ്റോക്കിനെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പാക്കേജിന് വേണ്ടി നമ്മൾ ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കറക്റ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈഗ്രോസ്കോപ്പിക്. വെരി ഗുഡ്. സെക്സ് ഓർഗൻസ് ഇൻ മോസസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ്. ഏത് സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ്? സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രീഡിയവും ആർക്കിഗോണിയവും. കറക്റ്റ്. അത് അവരുടെ ലീഫി സ്റ്റേജിലല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക. അവർ ലീഫി സ്റ്റേജിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ, ഗാമറ്റോഫൈറ്റ് നല്ല മെച്ചുറായി കഴിയുമ്പം അതിലല്ലേ ആന്ത്രീഡിയവും
ആർക്കിഗോണിയവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Isn't it, children? I hope this is clear to all of you. Sex organs in mosses are produced at നമ്മൾ ചെയ്തു more sperm in moves by the means of. അതായത് എന്തിന്റെ ഹെൽപ്പോടെയാണ് നമ്മുടെ മോസ് സ്പേം മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. മോസ് സ്പേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, മോസ് സ്പേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളുടെ ആന്ത്രോസോയിഡ് അല്ലെ? ആന്ത്രോസോയിഡ്സ് എങ്ങനെയാ മൂവ് ചെയ്യുക? ഫ്ലജല്ലേറ്റ് ആണ്. അപ്പൊ ഫ്ലജല്ലയുടെ ഹെൽപ്പോടെയാണ്. അവരെന്താണ്? ബൈ ഫ്ലജല്ലേറ്റ് ആണ്. അവരെ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യല്ലേ ചെയ്യുക? വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. വെള്ളത്തിൽ കൂടെ അവർ പോയിട്ട് ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലേക്ക് കയറും. Isn't it? Yes, I hope this is clear to all of you. Yes, children, ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ലീഫി സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ. ഇൻ ഫ്യൂനേറിയ ദ ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഈസ്. ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഏതാണ്? ഫ്യൂനേറിയയിലെ ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഏതാണ്? പ്രോട്ടോണിമ, ക്യാപ്സ്യൂൾ, കൊളംനെല, സെറ്റ. ഇതെല്ലാം സ്പോറോഫൈറ്റിന്റെ ഭാഗമാണ്. പ്രോട്ടോണിമ ഈസ് ദ ഹാപ്ലോയിഡ് സ്ട്രക്ചർ. കാരണം അതിൽ നിന്നാണ് എന്തുണ്ടാവാൻ പോകുന്നത്? ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പം ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. Plants of this group are called diploid and well adapted to extreme conditions. They grow bearing sporophylls in compact structures called as cones. The group of reference is monocots, dicots, pteridophytes, gymnosperms. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എക്സ്ട്രീം കണ്ടീഷൻസിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്പോറോഫിൽ എന്ന് പറയുന്ന കോമ്പാക്ട് സ്ട്രക്ചർ ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ കോൺ ഉണ്ട്. അതിൽ സ്പോറോഫിൽസ് ഉണ്ട്. അതിലാണ് എന്തിരിക്കുന്നത്? ഇവരുടെ സ്പോറോഫിൽസിലാണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്താ പറയുക? ആ ഗ്രൂപ്പിന് പറയുന്ന പേര് ജിംനോസ്പേംസ് ആണ്. Isn't it? ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആൻസർ? ജിംനോസ്പേംസ് ആണ്. പ്ലാന്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഡിപ്ലോയിഡ് വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻസ്. എക്സ്ട്രീം എൻവറോൺമെന്റ്സിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആൻഡ് ഓൾസോ അവർക്ക് നമുക്കറിയാം മൈക്രോസ്പോറോഫിൽ ഉണ്ട്, മെഗാസ്പോറോഫിൽ ഉണ്ട്. Isn't it? മെയിലും ഫീമെയിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിലാണ് ഇവരുടെ ഓവ്യൂൾസ് ഇരിക്കുക, അല്ലെങ്കിൽ ഇവരുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള പോളൻ ഗ്രെയിൻ ഒക്കെ ഫോം ചെയ്യുന്നത് ഈ മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിലുമാണ്. Isn't it? Yes. Okay. A plant having seeds but lacking flowers and fruits belong to. Seeds ഉണ്ട്, നേക്കഡ് സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതാണ്? പക്ഷെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഇല്ലാത്ത പ്ലാന്റ്സ് ടെരിഡോഫൈറ്റ്സ്, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ്. ജിംനോസ്പേംസ് ആണല്ലേ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. ഇൻ ടെരിഡോഫൈറ്റ്സ് the main plant body is dash which is dash into true root, stem and leaves. എന്താണ് കറക്റ്റ് ആൻസർ മക്കൾ? എല്ലാവരും പറയൂ. ടെരിഡോഫൈറ്റ്സില് the main plant body is dash which is dash into root, stem and leaves. Fill in the blanks with the above statement and select the correct option. മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഇവരില് സ്പോറോഫൈറ്റ് ആണ്. ടെരിഡോഫൈറ്റിന്റെ പ്രത്യേകത എന്താ? അവർക്ക് വെൽ ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ഉണ്ട്. അവർക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് അങ്ങനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സീഡ് ഇല്ല അല്ലെ? അവർക്ക് വാസ്കുലാർ ബണ്ടിലൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് സീഡ്സ് ഇല്ല. അവർ നോൺ സീഡ് ബെയറിംഗ് ആണ്. അതുകൊണ്ടാണ് അവരെ ക്രിപ്റ്റോഗാംസിൽ ഇട്ടിരിക്കുന്നത്. കറക്റ്റ്. സോ അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി നമ്മുടെ ഹയർ പ്ലാന്റ്സിനെ പോലെ തന്നെ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ ഉള്ള സ്പോറോഫൈറ്റ് ആണ്. Isn't it? So main plant body is one sporophyte which is differentiated into root, stem and leaves. So option A അല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Isn't it? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Dash in dash a dominant and independent diploid sporophyte. Sporophyte diploid ആണ്, independent ആണ്. Alternate with a short-lived independent haploid gametophyte. Gametophyteും independent ആണ്, പക്ഷെ അത് haploid ആണ്. Isn't it? കുറച്ച് നാളെ അത് ഉണ്ടാകുള്ളൂ. അത് നമ്മൾക്ക് ആരിലാ കാണാൻ പറ്റുക? ഓപ്ഷൻ സി അല്ലേ? ടെരിഡോഫൈറ്റ്സിലാണ് കാണാൻ വേണ്ടി പറ്റുക. In which of the following would you place plants having vascular tissue having seeds? Vascular bundle ഇല്ല, പക്ഷെ സീഡ്സ് ഇല്ലാത്ത പ്ലാന്റ്സ് ആരായിരിക്കും? എല്ലാരും ശ്രദ്ധിച്ചേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഇപ്പൊ കഴിയാനായി. ഓക്കെ, 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്താൽ മതി, നമ്മൾ ഇപ്പൊ കഴിയും. യെസ്, എല്ലാരും ശ്രദ്ധിച്ചേ. ഇതിൽ ആരാണ് പ്ലാന്റ്സ് ഹാവിംഗ് വാസ്കുലാർ ടിഷ്യൂ ലാക്കിംഗ് സീഡ്സ്? ഓക്കെ, സീഡ്സ് ഇല്ലാത്ത ആർക്കാണ് ഇതിലുള്ളത്? വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്, പക്ഷെ സീഡ്സ് ഇല്ല. ടെരിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൽഗി, ബ്രയോഫൈറ്റ്സ്. യെസ്, ആരാണ് പറയുക? സീഡ്ലെസ് പ്ലാന്റ്സ്. വാസ്കുലാർ ടിഷ്യൂ ഉണ്ട്, പക്ഷെ സീഡ്സ് ഇല്ല. ടെരിഡോഫൈറ്റ്സ് അല്ലെ? ടെരിഡോഫൈറ്റ്സിന് പറയുന്ന പേരാണ്. വെരി ഗുഡ്. Assertion reason. Spores in mosses are contained within the capsule. Reason, because spores are formed by the mitotic division in mosses.
If both assertion and reason are true and reason is the correct explanation of the assertion. If assertion is true but reason is false. എന്താണ് ഇതിന്റെ correct answer? Spores in mosses are contained within the capsule. അത് ശരിയല്ലേ? കറക്റ്റ്. നമ്മുടെ സ്പോറോഫൈറ്റില്ലേ, സ്പോറോഫൈറ്റ് ഇങ്ങനെ ഫോം ചെയ്യും, isn't it? ആ സ്പോറോഫൈറ്റിന്റെ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, സ്പോർസ് ഉണ്ടാവുക. സോ അത് ഡിസ്പേഴ്സ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ക്യാപ്സ്യൂൾ ഓപ്പൺ ആയിട്ടാണ് സ്പോർസ് പുറത്തേക്ക് വരിക, isn't it? യെസ്. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. അതിനാണ് ഫൂട്ട് സെറ്റ് ആ ക്യാപ്സ്യൂൾ ഉള്ളത്, അതിനുള്ളിലാണ് സ്പോർസ് ഉണ്ടാവുക, isn't it? യെസ്, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവർ പറയുന്നത് സ്പോർസ് ആർ ഫോംഡ് ബൈ ദ മൈറ്റോട്ടിക് ഡിവിഷൻ ഇൻ മോസസ്. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണോ സ്പോർസ് ഉണ്ടാവുന്നത്? മിയോസിസ് നടന്നിട്ടല്ലേ? കാരണം ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ, സ്പോറോഫൈറ്റ് ഒരു ഡിപ്ലോയിഡ് സ്ട്രക്ചർ അല്ലേ? കറക്റ്റ്. ക്യാപ്സ്യൂളും ഡിപ്ലോയിഡ് അല്ലേ? അതില് മിയോസിസ് അല്ലേ നടക്കുക? മിയോസിസ് നടന്നാലല്ലേ ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് പുറത്തേക്ക് അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കറക്റ്റ്. അപ്പം അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫാൾസ് ആണ് അല്ലേ? റീസൺ ഫാൾസ് ആണ്, isn't it children? Okay, so I hope till here it is clear. നമുക്കിനി 2-3 വേറെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇൻ ജിംനോസ്പേംസ് ഓവ്യൂൾസ് ആർ ബോൺ ഓൺ. എന്തില് ജിംനോസ്പേംസിൽ ഓവ്യൂൾസ് എവിടെയാണ് ഇരിക്കുന്നത്? എല്ലാരും പറഞ്ഞേ. ഇൻ ജിംനോസ്പേംസ് ഓവ്യൂൾസ് ആർ ബോൺ ഓൺ. ഓവ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫീമെയിൽ പാർട്ടാണ്, എഗ്ഗിനെ ബെയർ ചെയ്യുന്ന പാർട്ടാണ് അല്ലേ? ഓവ്യൂളിന്റെ മറ്റൊരു പേരെന്താ? മെഗാസ്പോറാൻജിയ എന്ന് പറയും നമ്മൾ ഓവ്യൂളിന്. കറക്റ്റ്. യെസ്. അപ്പം ഓവ്യൂളിന്റെ മറ്റൊരു പേര് തന്നെയാണ് മെഗാസ്പോറാൻജിയ. അപ്പൊ അത് ഓപ്ഷൻ ആവാൻ പറ്റില്ല. പിന്നെ ഫീമെയിൽ കോൺ അല്ലെ? ജിംനോസ്പേമിന്റെ ഫീമെയിൽ കോൺ നമുക്കറിയാം, അതിൽ വലിയൊരു ലീഫ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാകും. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മെഗാസ്പോറോഫിൽ. കറക്റ്റ്. മെഗാസ്പോറോഫിൽ. അതിന്റെ മുകളിലാണ് എന്തിരിക്കുക? ഇവരുടെ ഓവ്യൂൾസ് ഇരിക്കുക, അല്ലെങ്കിൽ മെഗാസ്പോറാൻജിയ ഇരിക്കുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, read the following statements. This is an exceptionally large group of plants occurring in a wide range of habitats. വലിയ ഗ്രൂപ്പാണ്, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. They provide us with food, fodder, fuel, medicines and several other commercially important products. എല്ലാം നമുക്ക് തരും. ലോകത്തിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ്സ് ആണ് ഇവര്. They range in size from very small, almost microscopic, to tall trees over 100 meters. And we are talking about ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഏത് പ്ലാന്റ് ഗ്രൂപ്പ് ആണ്? ആൻജിയോസ്പേംസ് അല്ലെ? നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് ആണ്. യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. The embryo sac of an angiosperm is made up of. നമുക്കറിയാം ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ആ എംബ്രിയോ സാക്കിനെ പറയുക പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് എന്നാണ്. എന്തുകൊണ്ടാണ്? അതിൽ നമുക്ക് 8 ന്യൂക്ലിയസസും 7 സെൽസും ആണുള്ളത്, isn't it? 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആണ്. ഈ സെൽസ് 3 ആന്റിപോഡൽസ് അല്ലെ? 2 പോളാർ ന്യൂക്ലിയായി, പിന്നെ ഇവിടെ 2 സിനർജിഡ്സ്, നടുക്ക് എഗ് അപ്പാരറ്റസ്. അപ്പം ഇങ്ങനെയുള്ള ഒരു എംബ്രിയോ സാക്കിന് നമ്മൾ പറയുക പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് എന്നാണ് അല്ലെ? സോ 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആണ്, isn't it? അത് നമുക്കറിയാം, നമുക്കിവിടെ ലേബൽ ചെയ്യാം. ഇത് നമ്മൾ പറയുക ആന്റിപോഡൽസ് എന്നാണ്. ആന്റിപോഡൽ സെൽസ് എന്ന് പറയും. ഈ ഇവരിയ്ക്കുന്ന പോളാർ ന്യൂക്ലിയ ഇരിക്കുന്ന ഈ സെല്ലിന് നമ്മൾ എന്ത് പറയും? സെൻട്രൽ സെൽ എന്ന് പറയും, isn't it? സെൻട്രൽ സെൽ എന്ന് പറയും. ഈ നടുക്കിരിക്കുന്ന 2 ന്യൂക്ലിയസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയും. ഫെർട്ടിലൈസേഷന് തൊട്ട് മുമ്പ് അവർ ജസ്റ്റ് ഫ്യൂസ് ചെയ്ത് എന്താകും? സെക്കൻഡറി ന്യൂക്ലിയസ് ആകും. അതുപോലെ ഇവരെ രണ്ടുപേരെയും നമ്മൾ സിനർജിഡ്സ് എന്ന് പറയും. സിനർജിഡ്സും അതിന്റെ നടുക്കിരിക്കുന്നത് എഗ്ഗും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നത് സ്ട്രക്ചറിനെ നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് അല്ലെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്, isn't it? ഇങ്ങനെയുള്ള ഒരു എംബ്രിയോ സാക്കിനെയാണ് നമ്മൾ പോളിഗോണം ടൈപ്പ് എന്ന് പറയുക. 7 സെൽസും 8 ന്യൂക്ലിയസസും ഉള്ള ടൈപ്പ്. ഇങ്ങനെയുള്ള എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. എന്താ പറയുക? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്നാണ് നമ്മൾ പറയുക, isn't it? Okay. Which of the following is without exception in angiosperms? Angiospermsന്റെ exception, without exception ആയിട്ടുള്ള ഒരു ഫീച്ചർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. Presence of vessels, double fertilization, secondary growth, autotrophic nutrition. അതൊക്കെ നമുക്ക് ബാക്കിയുള്ളവരിൽ കാണാൻ പറ്റൂലേ? പക്ഷെ ആൻജിയോസ്പേംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഫെർട്ടിലൈസേഷൻ ആണ്. ബിക്കോസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് നമ്മൾ പറയുക. കാരണം
2 മെയിൽ ഗാമേറ്റ് അവിടെ കയറുന്നുണ്ട്, നമ്മുടെ എന്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് പോളൻ ട്യൂബ് വഴി വരുന്നുണ്ട്. അതിൽ ഒരാൾ പോയിട്ട് മെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സിൻഗാമി നടക്കും. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് പോയിട്ട് പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് നമുക്ക് പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് കിട്ടും. ഇസന്റ് ഇറ്റ്? അപ്പൊ ആദ്യത്തെ ഫ്യൂഷൻ നമ്മൾ സിൻഗാമി എന്ന് പറയും, രണ്ടാമത്തെ ഫ്യൂഷന് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഇസന്റ് ഇറ്റ്? സിൻഗാമി കഴിയുമ്പം നമുക്കൊരു സൈഗോട്ട് കിട്ടും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് കിട്ടും. ട്രിപ്പിൾ ഫ്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് കിട്ടും, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് കിട്ടും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സൈഗോട്ടിക് മിയോസിസ് ഓക്യൂർസ് ഇൻ, ഇത് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പും വന്നിട്ടുണ്ട്. സൈഗോട്ടിക് മിയോസിസ്, അതായത് സൈഗോട്ട് മിയോസിസ് നടത്തുന്നത് ആരുടെ പ്രത്യേകതയാണ്? യെസ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ള ലിവിംഗ് ഓർഗാനിസത്തിന്റെ പ്രത്യേകതയാണ് സൈഗോട്ടിക് മിയോസിസ്. അത് ആൽഗി അല്ലെങ്കിൽ താലോഫൈറ്റയുടെ ഒരു പ്രത്യേകതയാണ്. ഇസ്ന്റ് ഇറ്റ്? യെസ്, ഗ്രേറ്റ്. വിച്ച് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ പാറ്റേൺ ഈസ് എക്സിബിറ്റഡ് ബൈ സീഡ് ബെയറിംഗ് പ്ലാന്റ്സ്? അതായത് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിക്കാനുണ്ട് അല്ലെ. എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? ഒരു ലിവിംഗ് ഓർഗാൻസിന്റെ ലൈഫ് സൈക്കിൾ തന്നെ 2 ജനറേഷൻസ് ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത്, അതായത് ഹാപ്ലോയിഡും ഡിപ്ലോയിഡ് സ്റ്റേജും ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത് പാറ്റേണിനെയാണ് നമ്മൾ ഹാപ്ലോണ്ടിക് ലേക്ക് വരുമ്പം, ജിംനോസ്പെംസിലും ആൻജിയോസ്പെംസിലും വരുമ്പം എന്തായിരിക്കും? ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും, അതായത് 2N സ്റ്റേജിലായിരിക്കും അവർ കൂടുതൽ സമയം ഉണ്ടാവുക അല്ലെ. അതായിരിക്കും ഡോമിനന്റ് ഫേസ്. അതിനാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു? സോ വിച്ച് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ പാറ്റേൺ ഇസ് എക്സിബിറ്റഡ്? സ്റ്റക്ക് ഉണ്ടോ? സ്റ്റക്ക് പോയില്ലേ? സ്റ്റക്ക് പോയില്ലേ? യെസ്, വിച്ച് ഡോക്ടേഴ്സ്? റെഡി ആയില്ലേ? ഓക്കെ, അപ്പൊ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്താണെന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കുന്ന പാർട്ടാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓക്കെ മക്കളെ, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പൊ ശരിയായില്ലേ? വീണ്ടും സ്റ്റക്ക്. ക്ലാസ് നിർത്താനുള്ള സമയമായി. അപ്പൊ നമ്മൾ അനാമിക പറയാണ്, ഗൈസ് ഞാൻ വന്നു കഴിഞ്ഞു, ക്ലാസ് നിർത്താൻ മാമിനെ ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. മക്കൾ ആരും പറഞ്ഞില്ല മിസ്സേ ക്ലാസ് നിർത്താനുള്ള സമയമായി എന്ന് കേട്ടോ, ലൈവ് നിർത്താനുള്ള സമയമായി എന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ അനാമിക വന്ന് സ്റ്റക്കാക്കി എന്നെ അറിയിച്ചു. അതാണ് നടന്നത്. ഓക്കെ, assertion reason type question എല്ലാരും ഒന്ന് ട്രൈ ചെയ്തേ. In the diplontic life cycle, the gametophyte is dominant. Reason, in the diplontic life cycle, there is no free living sporophyte. Yes, പറഞ്ഞേ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? Diplontic life cycle, the gametophyte is dominant. ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ അല്ലേ, അതെങ്ങനെയാ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ഡോമിനന്റ് ആവുക? റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ദ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ദർ ഈസ് നോ ഫ്രീ ലിവിംഗ് സ്പോറോഫൈറ്റ്, അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇസിന്റ് ഇറ്റ്? സ്പോറോഫൈറ്റ് അല്ലേ അവിടെ മേജർ ബോഡി ആവുക. കാരണം ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നമുക്ക് കാണാൻ പറ്റുന്ന ആൻജിയോസ്പെംസിലും ഡിംനോസ്പെംസിലും ഒക്കെയാണ്, ജിംനോസ്പെംസിലും. ഇസിന്റ് ഇറ്റ്? യെസ്, ഐ എം ഹിയർ എന്ന് അനാമിക പറയുന്നുണ്ട്. ഇഫ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്, ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഐ ഹോപ്പ് എവിടെയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. ഗാമറ്റോഫൈറ്റ് ഈസ് ഡോമിനന്റ്, ഫോട്ടോസിന്തറ്റിക്, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഇൻ. ഗാമറ്റോഫൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും വലുത്. ഗാമറ്റോഫൈറ്റ് ഡോമിനന്റ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, സെക്ഷുവലി റീപ്രൊഡ്യൂസ്, ആന്ത്രിഡിയോ മാർക്കിഗോണിയോ ഒക്കെ ഉണ്ടാവും അതിന് മുകളിൽ, ആൻഡ് ഇൻഡിപെൻഡന്റ് ഇൻ. ആരിലാണത്? ബ്രയോഫൈറ്റ്സിലല്ലേ. ഇസ്ന്റ് ഇറ്റ്? ബ്രയോഫൈറ്റ്സിലല്ലേ ഗാമറ്റോഫൈറ്റ് ഈസ് ഡോമിനന്റ്, ഫോട്ടോസിന്തറ്റിക്, ഇൻഡിപെൻഡന്റ്. ഇതൊക്കെ ആരിലാണുള്ളത്? മക്കളെല്ലാരും പറഞ്ഞേ. യെസ്, നമ്മുടെ ബ്രയോഫൈറ്റിലല്ലേ. ഓപ്ഷൻ എ അല്ലേ? യെസ്, അനാമിക ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ മക്കളെ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഐ ഹോപ്പ് 2 ചാപ്റ്റേഴ്സും ഒരു ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ഞാൻ നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് തന്നെ വീണ്ടും ചെയ്തത്. അപ്പൊ ഇതുവരെ എന്റെ കൂടെ ക്ലാസ്സിലിരുന്ന എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ നല്ല പോലെ നിങ്ങളുടെ ഡ്രീമിലേക്ക്, ഗോളിലേക്ക് വളരെ 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 ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ലേറ്റ് നൈറ്റ് വരെ ഇരുന്ന് നിങ്ങൾ ഈ ലൈവ് കണ്ടത്. അപ്പൊ അതിനെല്ലാവർക്കും ബിഗ് താങ്ക്സ് ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് യു ഓൾ, ആസ് ഐ ഓൾവേസ് സേ. സോ ആര് വേണമെങ്കിലും നമ്മളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്തോട്ടെ, ഡിസ്കറേജ് ചെയ്തോട്ടെ, ബട്ട് യുവർ റിസൾട്ട്സ് വിൽ പ്രൂവ് ദം റോങ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, GIBക്ക് അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഇനിയും 1 ഷോട്ട് സീരീസ് ലൈവുകൾ വരുന്നുണ്ട്. എല്ലാ ലൈവിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ ലൈവ് ക്ലാസ്സസ് ഒന്നും മിസ്സാക്കാണ്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക മക്കളെ.
അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ ആർക്കെങ്കിലും? യെസ്, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ 9:40 ആയി. ഇപ്പോഴേക്ക് ഞാൻ ക്ലാസ് നിർത്തിയിട്ടുണ്ട്. നല്ല പോലെ പഠിക്കുക. യെസ്, താങ്ക് യു ഷാലറ്റ്, താങ്ക് യു സേതു ലക്ഷ്മി, താങ്ക് യു മൂസി, താങ്ക് യു കൃതിക, മേരി വർഗീസ്. ഗുഡ് നൈറ്റ്. നോ ഡൗട്ട്സ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, എല്ലാം ക്ലിയർ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയോ? എല്ലാരും പറഞ്ഞേ യെസ്. യൂസ്ഫുൾ ആയി തോന്നിയോ മക്കൾക്ക്? ഗ്രേറ്റ്. ലൈഫ് സൈക്കിൾ, ബ്രയോഫൈറ്റ്സിന്റെ ലൈഫ് സൈക്കിള് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അത് ഞാൻ ഷോർട്ടിൽ കൂടി ഇടാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു, ലൈവ് ഇഷ്ടപ്പെട്ടു, ഈ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ബൈ, ഗുഡ് നൈറ്റ്.